ഫാമിലീസ് കുറെ കുഞ്ഞു മക്കളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കരയുന്ന ആളാരാ? അവിടെ നിന്നാണ്. ഓക്കെ. എനിവേ, ഒരുപാട് സന്തോഷം നിങ്ങളെ കൂടെ, നിങ്ങളെ കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നതിൽ. അൽഹംദുലില്ലാ, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഈ ഒരു നിമിഷത്തില് എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്താൻ പ്രാപ്തരാക്കിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. എസ്പെഷ്യലി എൻ്റെ പാരൻസ്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ മക്കൾ, എൻ്റെ ഗുരുനാഥന്മാർ, സുഹൃത്തുക്കൾ, അവരൊക്കെ ഈ നിമിഷത്തില് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ കേൾക്കാനിരിക്കുന്ന നിങ്ങളോടാണ് അതിലേറെ ഉപരി താങ്ക്സ് പറയേണ്ടത്. താങ്ക് യു ഡിയേഴ്സ്. കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് വർത്താനം പറഞ്ഞിരിക്കാം. റെഡി? റെഡി? കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം. പറ്റുമോ? പറ്റുമോ? എന്നാ നമ്മള് ലാസ്റ്റ് നല്ലൊരു കളിയൊക്കെ കളിക്കും. പറ്റും? റെഡി? ഓക്കെ. നിങ്ങളുടെ ഈ ഒരു കുടുംബം ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു കുടുംബത്തിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോവാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. അതിന് നമുക്ക് ഇതാരാണോ തുടക്കം കുറിച്ചത് അവരെ നിങ്ങൾക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. ബിക്കോസ് ഇന്ന് സമൂഹത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കുടുംബങ്ങൾ തമ്മിൽ, ബന്ധങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള ചേർച്ചയില്ലാതെ രക്തക്കറ വീഴ്ചകൊണ്ട് കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമൂഹത്തില് കുടുംബത്തിനെ ചേർത്ത് പിടിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഓരോരുത്തരിലും ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അത് മാറാൻ പോകുന്നത്, മാറ്റം കാണുന്നത് ഈ സമൂഹത്തിൽ മുഴുവനായിരിക്കും. സംശയമുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ ഇരിക്കുന്ന കുറച്ച് സമയം നിങ്ങളെല്ലാവരും വെറുതെ കേൾക്കാനിരിക്കുന്നതിലപ്പുറത്തേക്ക് ഞാൻ എങ്ങനെ മാറണം എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അവളെങ്ങനെ മാറണമെന്നോ അവൻ മാറണമെന്നോ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ എങ്ങനെ മാറണം, എൻ്റെ ലൈഫിൽ ഈ കുറച്ച് സമയം എനിക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം, ഞാൻ കാരണം കൊണ്ട് എനിക്ക് ഈ സമൂഹത്തിലേക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റണം, അതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. റെഡിയാണോ? റെഡിയാണോ? എന്നാ നിങ്ങൾക്കൊന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്തേ. എല്ലാവർക്കും നമ്മൾ കൈ കൊടുക്കാറുണ്ടല്ലേ, കൈ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് കൈ കൊടുത്തിട്ടുണ്ടോ? കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളൊന്ന് കൈ കൊടുക്കും. കോൺഫിഡന്റ് ആയിട്ട് കൊടുക്കുക. നന്നായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് പറ്റും, ഞാൻ ചേഞ്ച് ആകും, ഞാൻ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ലേഡിയാണ് എന്ന് നിങ്ങളോട് പറയും. ഓക്കെ. ഇവിടെ വേറൊരു പ്രധാന കാര്യം എന്താ അറിയോ? കുറെ കുഞ്ഞു മക്കളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് നിങ്ങളെ മക്കളും. ബിക്കോസ് ഞാൻ എൻ്റെ ജേണിയിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ മാറിയിട്ട് നാലാമത്തെ വർഷമാണ്. അതുവരെ ഞാൻ ടീച്ചറായിരുന്നു. 10 വർഷം അധ്യാപനത്തിലൂടെ മുന്നോട്ട് പോയ വ്യക്തിയാണ്. എനിക്ക് മൂത്ത മോള് 12 വയസ്സാണ്, ചെറിയ കുട്ടിക്ക് 3.5 വയസ്സാണ്. അപ്പോൾ ഈ 3.5 വയസ്സുകാരിനെ ഗർഭം ധരിക്കുന്ന സമയം തൊട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് മാറി തുടങ്ങിയിട്ടുള്ളത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഒരു കുഗ്രാമത്തില് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 14 വയസ്സുകാരിയായിട്ട് ഇവര് തമ്മില് ഒരിക്കലും കണ്ടിട്ടില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആദ്യമായിട്ട് കാണുന്ന ഉമ്മക്ക് അറിയാൻ പറ്റും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ ഉമ്മ? ഐഷുമ അല്ലേ? അതെ, അന്ന് ആദ്യമായിട്ട് കാണുന്നത് എവിടുന്ന? അറയിൽ വരുമ്പോൾ അല്ലെ, മണിയറയിൽ വരുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോ അന്നൊക്കെ ചെക്കനും പെണ്ണും കാണുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതം ഈ 2 വ്യക്തികൾ, 14 വയസ്സായ ഈ പെൺകുട്ടീനെ മറ്റൊരു കുടുംബത്തിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ഇവിടെ രാജകുമാരിയാണ്, അവിടെ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള വേലക്കാരി എന്ന് വേണമെങ്കിൽ പറയാം. ആ മോഡിലേക്കുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്കാണ് അവിടെ ചെന്നപ്പെട്ടത്. ഹസ്ബൻഡും വൈഫും തമ്മിൽ മനസ്സുകൊണ്ട് ഒരു പൊരുത്തം ഉണ്ടായിട്ടില്ല. എന്തോ കാരണം കൊണ്ട് അവർക്ക് ആദ്യത്തെ ആ ഒരു കാണലിലും ബന്ധപ്പെടലും തന്നെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ്. വീട്ടുകാര് തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് ഇവരെ ഒരുമിപ്പിച്ച ഇവരിൽ നിന്ന് പിന്നീട്
എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വീട്ടുകാർ തന്നെ ഇവരെ പിരിക്കാനും ശ്രമിച്ചു. ആദ്യത്തെ ആ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്ത്രീ ഗർഭിണിയായി, ഒരു കുഞ്ഞിന് ജന്മം നൽകി, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് അവളുടെ ജന്മം നൽകിയ പിതാവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല, കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കുട്ടികളും ഫ്രണ്ട്സ് ഒക്കെ പറയും, എൻ്റെ കൂട്ടുകാർ വാങ്ങി തന്ന ബാഗാണ്, കൂട്ടുകാർ വാങ്ങി തന്ന മിഠായി, അച്ഛൻ വാങ്ങി തന്ന മിഠായി ആണെന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇവള് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ഒരു വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും അങ്ങനെ ഒരു ഉപ്പച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കും ഇതൊക്കെ കിട്ടുമായിരുന്നു എന്ന് അവളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങളൊക്കെ ഉപ്പമാരൊക്കെ വാങ്ങിച്ചു തരുന്ന പല സാധനങ്ങൾ അല്ലെ, ഇതൊക്കെ കാണുമ്പോൾ അന്ന് ആ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എനിക്കും ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, എനിക്കും ഇങ്ങനെയൊക്കെ എൻ്റെ ഉപ്പയുടെ കൈ പിടിച്ച് നടക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ അവൾ ഒരുപാട് മോഹിച്ചിരുന്നു. വരുന്നവരെ വന്നോട്ടെ കേട്ടോ, അവരെ നിങ്ങൾ വല്ലാതെ സൽക്കരിക്കാൻ നിൽക്കരുത്, അവരൊരു ഭാഗത്ത് നേരം വൈകി വന്ന് നമുക്ക് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാം അവർക്ക് അല്ലേ. ഓക്കെ, അപ്പോ ഈ കുട്ടി നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടാവണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒഴുകാനും എനിക്ക് നിങ്ങളുടെ കൂടെ ഒഴുകാനും പറ്റുള്ളൂ. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. പ്രത്യേകിച്ച് ഇത് നിങ്ങളെ വീട്ടിനുള്ളിലാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്ക് നിങ്ങളെ ചിന്ത പോകും. അതിനൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളൊരു ക്ലാസ്സിലാണ് എന്നൊരു ബോധ്യത്തിൽ നിങ്ങൾ ഇരിക്കണം. ഓക്കെ, റെഡി? മനസ്സിവിടെ ഉണ്ടല്ലോ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവില്ലല്ലോ. ഓക്കെ, കാരണം നിങ്ങൾ മൈൻഡ് പോണതിനനുസരിച്ച് ഞാനും ഡിസ്ട്രാക്റ്റഡ് ആവും. നിങ്ങൾ ഫുൾ ഫോക്കസ് ആവുമ്പോഴാണ് നമുക്ക് ഈ കുറച്ച് സമയത്തിനോട് കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പൊ വന്നിരിക്കുന്ന സമയം വാല്യൂബിൾ ആവണമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഥ കടച്ചേക്ക്, കുറച്ച് നേരത്തേക്ക് ഒക്കെ അങ്ങോട്ട് അവിടെ അടച്ചു വെച്ചിട്ട് പോരും. മനസ്സ് മാത്രം ഇവിടെ വെക്ക്, വേറെ ഒന്നും വേണ്ട. ഒക്കെ കാര്യങ്ങളുണ്ടാവും, ഹസ്ബൻഡ് ആള് ഒക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ ആലോചിച്ച് ചിലപ്പം ബേജാറുണ്ടാവും. ഉച്ചക്കുള്ള ചോറ് ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല, കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും. എന്നാലും സാരമില്ല, ഒരു 2 മണിക്കൂർ അത് എന്നും നമ്മൾ ഓടണില്ലേ, എല്ലാ കാര്യത്തിനും ഓടണില്ലേ അല്ലേ? മക്കൾക്ക് വേണ്ടിയിട്ട് ഓടുന്നു, ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ഓടുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടുന്നു. നമുക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറിൽ കുറച്ച് സമയം ചെലവഴിക്കൽ കുറവാണ്. സോ ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടിരിക്കാം. മക്കളൊക്കെ ഇവിടെ ഉണ്ട്, അതിലൊന്നും നിങ്ങൾ ബോധേഡാവണ്ട, അവരവരുടെ കാര്യങ്ങളായിട്ട് പോട്ടെ. സംസാരിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ് അല്ലേ? കുട്ടികൾ സംസാരിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. എന്നാൽ മുതിർന്ന ആൾക്കാർ വയസ്സായിട്ട് സംസാരിച്ചാലോ അതൊരു പ്രശ്നമാണ്. അപ്പൊ കുട്ടികൾ അവരുടേതായിട്ടുള്ള സംസാരിക്കട്ടെ, മുതിർന്ന ആളുകൾ സംസാരിക്കാതെ മനസ്സിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കാം. അങ്ങനെ കഥയിലേക്ക് തിരിച്ചു വരാം. ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് അങ്ങനെ കുഞ്ഞായി, ആ കുഞ്ഞിന് ജന്മം നൽകിയോടുകൂടെ തന്നെ അവര് തമ്മിൽ ബന്ധം വേർപെട്ടു പോയി. ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് ലെവലിലായി. ജനിച്ച് വീണ ആ കുട്ടി ഈ അച്ഛനെ കണ്ടിട്ടില്ല. അവളിങ്ങനെ ഒരുപാട് നാള് ആ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്, അച്ഛന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട്, അച്ഛന്റെ നെഞ്ചിലൊന്ന് തലതാഴ്ച കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് മോഹിച്ചു. എന്നും അവള് കാണുന്നത് ആ അമ്മയുടെ കണ്ണുനീര് മാത്രമാണ്, ഉമ്മയുടെ കണ്ണുനീര് മാത്രമാണ്. വളരെ ചെറുപ്പമാണ്, 14 വയസ്സെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികള് ചില പ്രായക്കാരുടെ സമയമാണ്. ആ ഒരു പ്രായത്തിൽ ഇരിക്കുന്ന സ്ത്രീ, പെൺകുട്ടി ഒരു കുഞ്ഞിനെയും കൊണ്ട് വീട്ടില് ഒറ്റപ്പെട്ടൊരവസ്ഥ ചിന്തിച്ചു നോക്കാം. അന്ന് അവൾ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. വീട്ടുകാരൊക്കെ പലരും അവൾക്ക് പുതിയ ബന്ധങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ അവള് കരഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യമാണ്, ഈ ഒരു പെൺകുട്ടിക്ക് വാപ്പയാകൂലല്ലോ ആര് വന്നാലും, അത് വാപ്പയാകൂലല്ലോ എന്നാലോചിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവിതം മാറ്റിവെച്ചു, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചു. വർഷങ്ങളിൽ മുന്നോട്ട് പോയി. ഈ പെൺകുട്ടിയുടെ സ്വപ്നം പോലെ അവളുടെ ഫാദർ അവളുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ഒരു നാള്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. വലിയ സ്വപ്നമൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ തിരിച്ച് സംഭവിക്കാൻ പോവാണ്. അത്രയും കാലം ആശിച്ച് നടന്ന വാപ്പയെ അവൾക്ക് തിരിച്ചു കിട്ടിയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നേരെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയാം, സംഭവിച്ചത് നേരെ ഉൾട്ടയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വാപ്പ വന്നു, പക്ഷെ എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തല്ലും മടിയും മാത്രമുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോയി. അവളുടെ സ്വപ്നങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കുഴിച്ചു മൂടപ്പെട്ടു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ഉമ്മ കണ്ണീര് വായത്തുന്ന സമയത്തൊക്കെ ഇവളെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഉമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എൻ്റെ ഉമ്മക്ക് സ്വപ്നങ്ങൾക്ക് ഉമ്മയുടെ കണ്ണുനീരിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് തൻ്റെ ഉമ്മക്ക് ചെയ്തു കൊടുക്കണം എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് ഒതുക്കപ്പെട്ടിട്ടാണ് ഈ അച്ഛന്റെ അല്ലെങ്കിൽ ഉപ്പയുടെ വരവ് അവളുടെ ജീവിതത്തിലേക്ക്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങള്
വളരെ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടീനെ പിടിച്ച് കല്യാണം കഴിച്ചു. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണത്തിന് ഇരയാക്കപ്പെട്ടു. അതും സ്വപ്നങ്ങൾക്ക് നേരെ തലക്ക് മറച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് അവൾ ആ ഒരു വേറൊരു കുടുംബത്തിൽ ചെന്നപ്പെട്ടു. പക്ഷെ എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അവൾ കീപ്പ് ചെയ്ത ഒറ്റ കാര്യം ഉണ്ടായിരുന്നു, സ്വപ്നത്തിനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവളുടെ സ്വപ്നത്തിനെ വിറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സ്വപ്നത്തെ ഇങ്ങനെ താലോലിച്ചു കൊണ്ടിരുന്നു, അതിനെ സ്നേഹിച്ചു കൊണ്ടിരുന്നു. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് ചേർത്ത് മുന്നോട്ട് പോയപ്പോ സംഭവിച്ചത് അവൾ ആഗ്രഹിച്ച ലൈഫിലേക്ക് അവൾ എത്തപ്പെട്ടു എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായിട്ടും സ്വപ്നത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയപ്പോ അവൾക്ക് അവളുടെ ജീവിതത്തിൽ അവൾ കണ്ട കാര്യങ്ങളൊക്കെ നേടാൻ പറ്റി. ഇന്ന് ലക്ഷക്കണക്കിന് മലയാളി സ്ത്രീകളുടെ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് പടർത്തിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്കൊരു ഗൈഡായിക്കൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ ഇന്ന് അവൾക്ക് സാധിക്കുന്നുണ്ട്. അവൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അവളുടെ ഉമ്മ ആഗ്രഹിച്ച പല കാര്യങ്ങൾക്കും അത് ചെയ്തു കൊടുക്കാൻ അവൾക്ക് പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ കാര്യം എന്താണെന്നറിയോ? 100% തൻ്റെ കഴിവിലും തൻ്റെ സൃഷ്ടാവിലും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ടേക്ക് പോയി എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഇവിടെ ഇരിക്കുന്നവരോട് പറയാനുള്ളത്. നിങ്ങളൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ അടച്ചു വെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നിങ്ങളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും പറക്കാൻ പറ്റും. നിങ്ങളുടെ സ്വപ്നങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റും. അതൊരിക്കലും ഒരു കാരണവശാലും നമ്മളെ ബന്ധങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടോ അവരെ നോക്കാതെയോ കെയർ ചെയ്യാതെയൊന്നും അല്ല. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ മുന്നിലിരിക്കുന്ന മക്കള്, ഇവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടികളാണ്. ആണോ? ഉണ്ടോ? 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 എത്ര പേരൊക്കെ ഉണ്ട് നല്ല ഡ്രീം? എന്താണ് മോളൊക്കെ? എന്താ ഓളെ നോക്കണ്ട, ഓക്കില്ലേ എന്നാ ഇങ്ങനെ ആക്കണ്ട. എന്താ ഡ്രീം പറഞ്ഞോ? ഡോക്ടർ ആവണം. എന്ത് ഡോക്ടർ? അതാണ്, ഡോക്ടർ ആവണം. എന്ത് ഡോക്ടർ തീരുമാനിക്കണം. ആരെങ്കിലും ഡോക്ടർ, ആരെങ്കിലും എഞ്ചിനീയർ എന്ന് പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ സ്വപ്നം ഫിക്സ് ചെയ്യരുത്. അതെനിക്ക് അനുയോജ്യമായതാണോ? എനിക്ക് അതിൽ നിന്ന് സമാധാനം കിട്ടുന്നതാണോ? എനിക്ക് അതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് കൃത്യമായിട്ട് ചിന്തിക്കണം. എന്നിട്ട് വേണം നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ. യെസ്, വെരി ഗുഡ്, അടിപൊളി. യെസ്, ഒന്ന് ബ്രീത്തിൻ ചെയ്തേ, ശ്വാസം ഒന്ന് നല്ല ഉള്ളിലേക്ക് എടുത്ത്. നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ കുറച്ച് സമയം പുറത്തേക്ക് കളിക്കാൻ വിടാം. എന്നിട്ട് കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാം. റെഡി? നമ്മൾ വിളിക്കുമ്പോ വന്നാൽ മതി കേട്ടാ. വേഗം കളി, ദൂരം പോവരുത്. മുറ്റത്ത് മാത്രം കളിക്കാം. നല്ല കുട്ടികൾ ആരാ നോക്കി അവർക്ക് നമ്മൾ ഇവിടെ നല്ല ഉഷാറായിട്ട് കളിക്കാം. ഓക്കെ? നമ്മൾ പറയുന്നത് ഈ കുഞ്ഞു മക്കളില്ലേ, ശരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്ത്രീകളായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാം. ഈ മക്കളെ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന ഒരു സമയം ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, പറഞ്ഞാൽ കേൾക്കൂല, അമ്മക്കൊക്കെ നല്ല ബേജാറുണ്ട്, കുട്ടി എവിടേക്കെങ്കിലും പോവോ, വേണ്ടാത്തത് കാണിക്കോ, പുറത്തേക്ക് പോകുന്നൊക്കെ ഒരു പേടിയുണ്ട്. വൈ എന്തുകൊണ്ടാ? കഷ്ടപ്പെട്ട് പ്രസവിച്ചാണോ? അങ്ങനെ ചെയ്തതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങളെ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിച്ചു പോയേക്കേ. അന്നത്തെ മരം കയറ്റോ വെയില് ചാട്ടോ ഒന്നും ചിലപ്പോ ഇന്നത്തെ കുട്ടികളില്ല. അന്ന് എവിടെ പുളിമരം ഉണ്ടെങ്കിലും മാങ്ങ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മൾ എത്തുമായിരുന്നു അല്ലെ? മൈലാഞ്ചി തേടിയിട്ടുള്ള പാടങ്ങളിലും തോടിന്റെ വരമ്പിലും ഒക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊന്നും പോകുന്നില്ല. ഇന്നത്തെ കുട്ടികൾ പറയാൻ കഥകളില്ല. മൊബൈലിൽ മാത്രമാണ് അവർ. അപ്പൊ നമ്മൾ സത്യത്തില് എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാം. ഇന്ന് എനിക്ക് 3.5 വയസ്സായ ഒരു മോളുണ്ട്, 12 വയസ്സായ ഒരു മോളുണ്ട്. ഞാൻ അവരെ കുറിച്ച് ഒരു ടെൻഷനും എനിക്കില്ല. കാരണം എനിക്കറിയാം എൻ്റെ കുട്ടികള് എൻ്റെ ഒരു പവറിന്റെ അപ്പുറത്തേക്ക് അവർ പോകില്ല എന്നുള്ളത്. ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ മൂത്ത ആളുടെ ആ ഒരു സമയം, അവളുടെ ഒരു 7-8 വയസ്സ് വരെ എന്ന് പറയുന്നത്
ശരിക്കും ഞാൻ ടീച്ചിങ് ഫീൽഡാണ്, നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ ഒരു ചേഞ്ചും ഇല്ല. അന്ന് ഞാൻ ആ കുട്ടീനെ കൊണ്ടു നടന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവൾക്ക് നല്ല ദേഷ്യമായിരുന്നു, നല്ല വാശിയുണ്ടായിരുന്നു, കുറുമ്പ് കാണിക്കുമായിരുന്നു. ബിക്കോസ് ഞാൻ ചെയ്യുന്നത് അവളിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ പല കാര്യങ്ങളും അവൾ നോക്കുന്നുണ്ട്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ പറയുന്നത് അതല്ല മക്കള് കേൾക്കുന്നത്. പറയുന്നതല്ല മക്കള് കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് കാണാണ് മക്കള് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് കളിക്കായിരിക്കും, പക്ഷെ ഒരു ചെവി ഇവിടെ ഉണ്ടാവും. അത് പിന്നെ എപ്പോഴെങ്കിലും പറയും, അല്ലെങ്കിൽ അപ്പോൾ പറയും. അത് കുഞ്ഞു മക്കള് വരെ നമ്മൾ അത് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് തുടങ്ങുന്ന സമയല്ലേ, ഹസ്ബൻഡും വൈഫും കൂടെ ഒരു പ്ലാനിങ്ങിൽ വരില്ലേ, ആ സമയം തൊട്ട് നമ്മള് ബോധേഡ് ആവണം. ആ സമയം തൊട്ട് ശരിക്കും ഈ കുഞ്ഞ് നമ്മൾ എന്താണോ പറയണത്, എന്താണോ ചിന്തിക്കണത്, അതുവരെ ഈ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഹസ്ബൻഡ് വിളിക്കുമ്പോൾ ചിലപ്പോൾ വഴക്ക് ചെയ്യാനോ, ഉമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് മൂപ്പരോട് കുറെ കണ്ണീരൊലിപ്പിച്ച് പറയും. അപ്പുറത്തെ മുത്തച്ഛി ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടാവും, ഇളച്ചി ഉണ്ടാക്കിയ പ്രശ്നം, ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് ഈ വിഷമങ്ങൾ ഉള്ളിലുണ്ട്, പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആര് കിടക്കുന്നുണ്ട്? കുഞ്ഞ് വയറിനുള്ളിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നത് തുടങ്ങുന്ന സമയത്തേക്കായിരിക്കും നമുക്കൊന്ന് ഫ്രീ കിട്ടണം. അപ്പൊ നമ്മള് ഫോൺ പുറത്തുണ്ടാവും, കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നുണ്ടാവും, ഫോണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ കാണുന്ന വീഡിയോസിന്റെ ഇമോഷൻസ് നമ്മളുള്ളിലേക്ക് വരും. ആ സാധനം ഈ കുട്ടിക്ക് പോകും, കുട്ടിയുടെ ഉള്ളിലേക്ക് അത് കയറി തുടങ്ങും. എന്നിട്ട് നമ്മളീ കുട്ടിയുടെ വലുതാവുമ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല, കുറുമ്പാണ്, അല്ല അങ്ങനെ കാട്ടണ നമ്മൾ കണ്ടിരിക്കുന്നത്, അനുസരണ ഇല്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെ കുത്തി മറിഞ്ഞുകൊണ്ടാ കളിച്ചുകൊണ്ടാ. കുട്ടികൾ കളിക്കണം, സ്വതന്ത്രമായിട്ട് അവരെ വിടണം. പക്ഷെ അതിര് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്ത അവരിലേക്ക് പാസ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. 0 to 7 എന്ന് പറയും, 0 മുതൽ 7 വയസ്സ് വരെ. എപ്പോഴാ ഒരു കുഞ്ഞിന്റെ മനസ്സ് വളർന്നു തുടങ്ങുന്നത്? കുഞ്ഞിന് എപ്പോഴാണ് അവിടെ ചിന്തകൾ വളർന്നു തുടങ്ങുന്നത്? എപ്പോഴാ ഒരു കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തി തുടങ്ങുന്നത് എപ്പോൾ തൊട്ടാ? 3 വയസ്സ് അല്ല, അതൊക്കെ ഞങ്ങൾ കാണണേ ഉള്ളൂ. അതിന്റെ ഉള്ളിലേക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതുമല്ല, ഗർഭം തൊട്ടെന്ന് പറയുമ്പോ എപ്പോ ആ ഭ്രൂണം സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നില്ലേ അവിടുന്ന്, ആ ഒരു സമയം തൊട്ടേ ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നു. അപ്പൊ അവിടെ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു നമ്മളുടെ മൈൻഡ് സെറ്റ് എന്താണോ അത് ആ കുട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഡിയേഴ്സ്, നമ്മളുടെ ചിന്ത, ഇപ്പൊ അവിടെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഉണ്ട്, ഈ ഫീഡ് ചെയ്യുന്ന കുട്ടികളുടെ ഉമ്മമാരൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ ആ കുട്ടിക്ക് നന്ന കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കുട്ടീനെ കുറിച്ച് ഒരു ബേജാറുണ്ടാവില്ല, ഒരു ടെൻഷനും വേണ്ട. അത്രക്ക് ക്യൂട്ടായിരിക്കും നമ്മളെ മക്കള്, നല്ല മിടുക്കരായിട്ട് മാറും. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ പറയാം. അതിൽ നമ്മൾ നമ്മുടെ ചിന്തകൾ ക്ലിയർ ചെയ്യാം, നമ്മുടെ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രവർത്തികളിൽ നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. അവർക്കൊരു സീറ്റ് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും. ഭയങ്കര എന്നാണ്. ഓക്കെ, ഈസ് എനിവേ. അപ്പൊ ആ സമയം തൊട്ട് നമ്മൾ ചിന്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലേക്ക് വരുന്നില്ലേ, ഇതൊക്കെ ഈ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ദേഷ്യം വരുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഹസ്ബൻഡ് ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, പറഞ്ഞ പ്രഷർ അളവെന്ന് ഉറപ്പാ. അപ്പൊ മൂപ്പരോട് പറയുക, ഇന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കേസിലാണ്, സോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ആ സമയത്ത് നമ്മൾ സംസാരിക്കാതെ മൈൻഡ് റിലാക്സ് ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ ഈ കുട്ടീനെ അത് എഫക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ മൂപ്പരടുത്ത് പറയും, അത് ഇങ്ങോട്ട് പറയും, അങ്ങോട്ട് പറയും, ആകെപ്പാടൊരു സ്ഫോടനം നടക്കും അവിടെ. അത് മുഴുവൻ എഫക്ട് ചെയ്യുന്നത് ഈ കുഞ്ഞിനെ ആയിരിക്കും. പിന്നെ കുഞ്ഞ് ദേഷ്യം പിടിക്കാണ്ട് വാശി കാട്ടെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തുകൊണ്ടെന്ന് കുട്ടികൾ കൂടുതൽ സമയം മൊബൈലിലേക്ക് പോകുന്നു? എന്തുകൊണ്ടാ? അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾ കുട്ടികൾ കൂടുതൽ സമയം ഫോൺ കളിക്കുന്നുണ്ടെന്ന് പരാതിയുള്ള ഏതെങ്കിലും അമ്മമാർ ഇവിടെ ഉണ്ടോ? ഉറപ്പാ? ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടെങ്കിലേ പറയണുള്ളൂ അതിനെ കുറിച്ച്. ഉണ്ട് കൂടുതലായിട്ട്. ഭക്ഷണം കഴിക്കുമ്പോ ഫോൺ എടുക്കുന്ന എത്ര പേരുണ്ട്? ഭക്ഷണം കഴിക്കുമ്പോ ഫോൺ കൊടുത്തിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് ഇടുക്കാണ്. നമുക്കൊന്നും പറയാൻ വയ്യ. ഉണ്ട്. ഓക്കെ,
ഞാൻ കേട്ടിട്ടുണ്ട് ഈ അടുത്തൊരു കുട്ടി ഒരു ഉമ്മ പറയാണ് ഫോണില്ലെങ്കിൽ ഓൻ തിന്നൂല, ഫോണ് കൊടുക്കണം, എന്നിട്ട് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ തിന്നാൻ കൊടുക്കുക. ഒരു കല്യാണത്തിന് പോയ സമയത്ത് പ്ലേറ്റ് ഇട്ട് വെച്ച് ബിരിയാണി കഴിക്കുന്നുണ്ട്, ഉമ്മയുണ്ട്, ഇപ്പുറത്ത് കുട്ടിയുണ്ട്. അപ്പോ വല്യപ്പ ആദ്യം കുട്ടിനെ കൊണ്ടുപോയിട്ട് കുറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഉമ്മന്റെ അടുത്ത് കൊടുന്നാക്കി. അപ്പൊ ഈ കുട്ടി കാര്യമായിട്ട് കഴിക്കുന്നില്ല. ഒരു വലിയൊരു ചിക്കൻ പീസ് ഉണ്ട്, പിന്നെ ഒരു ലെഗ് പീസ് പിന്നെ ഇട്ട് കൊടുത്തു. പിന്നെ ഉമ്മ അങ്ങനെ ചോറ് ഇട്ട് കൊടുക്കാം കുട്ടിക്ക്, ഇത് തിന്നേ തിന്നേ തിന്നേ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിട്ട് അമ്മോ ചെറിയൊരു കുട്ടിക്ക് ഇത്രയും കൊടുക്കുന്നത്. അപ്പൊ ഇവള് കഴിക്കുന്നതിന്റെ അടുത്ത് ഈ കുട്ടിനെ ഇങ്ങനെ പിരി കയറ്റിക്കൊണ്ടിരിക്കുക, കഴിക്കേ കഴിക്കേ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവളിങ്ങനെ കുട്ടി ഇങ്ങനെ മെല്ലെ മെല്ലെ നുള്ളി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്നോടല്ല ഞാൻ പറഞ്ഞു തിന്ന് ഉറക്കനൊക്കെ പറയാനും വയ്യ, അങ്ങനെ പല്ല് റുമ്പിക്കൊണ്ട് കുട്ടിനെ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഈ വല്യപ്പ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഓൾ കഴിച്ചതാണ്, അത്യാവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, ജി അന്റെ തിന്നിട്ട് നീച്ച് പൊയ്ക്കോന്ന് ഓളോട് പറയണ്ട. പക്ഷെ പെണ്ണ് ഉമ്മ നിൽക്കുന്നില്ല. വലിയ പ്രായമൊന്നുമില്ലാത്ത ചെറിയൊരു 24-ന്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന ഒരു ഉമ്മയാണ്. അവക്ക് ഈ കുട്ടി തിന്നണം. അവസാനം ഞാനക്ക് തരാം, എന്നാ ഫോണ് തരാം, എന്നിട്ട് ഇത് വെച്ചു കൊടുത്ത്, എന്നിട്ട് അത് കാണിച്ചിട്ട് വാരി കൊടുക്കുക. എന്തിനാ അതിന്റെ ആവശ്യം? നമ്മളാണ് ഇതിന് വളം വെച്ച് കൊടുക്കണേ. ഇത് ഉപയോഗിക്കണം, ആവശ്യത്തിന് ഉപയോഗിക്കണം, അല്ലെ? അതിലപ്പുറത്തേക്ക് നമ്മളിങ്ങനെ കുത്തി കോരി കൊടുത്തിട്ട് ഈ കുട്ടികൾക്ക് നിങ്ങൾ ഒറ്റ പ്ലേറ്റ് ചോറ് കൊടുത്തോളി, നല്ലൊരു കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് തിന്നും. കുറച്ച് ഞാൻ പിന്നെ വിശക്കും. കാരണം ഈ കഴിച്ചതൊന്നും അവരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അങ്ങോട്ട് പോകുന്നില്ല, വർക്കാവുന്നില്ല. അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ആസ്വദിച്ച് അതിന്റെ എൻസൈം വർക്ക് ചെയ്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞു കഴിക്കണ്ടേ. മനസ്സെവിടെ, രുചി എവിടെ? കംപ്ലീറ്റ് ഫോണില്ല. ഇവരിവിടെ ഇല്ല. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോ ഇങ്ങനെ കാണിക്കുന്നു, അല്ലെ? ഇത്രയേ ഉള്ളൂ. ഇത് വായ എങ്ങനെ അറിയാതെ ഓട്ടോമാറ്റിക്കലി കുറയുന്നുള്ളൂ, അതങ്ങനെ വിഴുങ്ങും ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോ ഉറങ്ങുണ്ടോ? കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങുന്നു? ചെറുതാണോ കുട്ടി? എന്നിട്ട് ഭക്ഷണം കഴിച്ചാ ഉറങ്ങും? ചെവിയില് കൈ പിടിക്കും. ഉറങ്ങിയിട്ടുണ്ട്. ആ കുട്ടിക്ക് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കാൻ വേണ്ടിട്ട് അതിനെ കിടത്തുമ്പോ അതിനിങ്ങനെ ആക്കുന്ന ഇഷ്ടമുണ്ടോ? ശ്രദ്ധിച്ചു നോക്കി. അവനൊരു പക്ഷേ ഉണരുണ്ടാവും, അവനത് ഇഷ്ടമില്ല. ഫുഡ് മടി, അത്രേ ഉള്ളൂ. അവര് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുക നമ്മൾ കഴിക്കണം പോലെ വലുത് തിന്നണം വേണോ? നിർബന്ധിക്കാറുണ്ടോ? വാ തിന്ന്. കുട്ടികൾക്ക് വേണമെങ്കിൽ അവർ കഴിക്കും, ആവശ്യത്തിനുള്ളത് അവർ കഴിക്കും. അതിലപ്പുറത്തേക്ക് നമ്മളിങ്ങനെ കുത്തിക്കയറ്റേണ്ട യാതൊരു ആവശ്യമില്ല. 3, 4, 5 തവണ ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. ഇതന്നെ വലിയൊരു ഭാരമായിട്ട് കണ്ടു കിടക്കുന്ന ഉമ്മമാരുണ്ട്, അല്ലെ? വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ ഫുൾ ഫ്രീ ആണ്. കാരണം ഞാൻ അതിന് മെനക്കെടാറില്ല. കഴിക്കി ഭക്ഷണം. എന്റെ ചെറുതൊക്കെ 3.5 വയസ്സായിട്ടുള്ളൂ, വേണ്ട എടുത്ത് കഴിക്കും. വേണോ? ഓക്കെ. അതിലപ്പുറത്തേക്ക് ഞാൻ എന്റെ പിന്നെ എന്നാ തിന്നോ, വേണ്ട അമ്മച്ചിക്ക് ഫുഡ് വേണ്ട, പിന്നെ ഞാൻ വൈക്ക് നോക്കൂല, വേണ്ട. അത്രേ. വിശക്കുണ്ടെങ്കിൽ വരും, അമ്മച്ചിക്ക് വിശക്കുണ്ട് കൊടുക്കും. അതിലപ്പുറത്തേക്ക് ഇതൊരു പണിയായിട്ട് എന്തിനാ എടുക്കണേ? ഇങ്ങനെ ഇത് പണിയായി കണ്ടാലുണ്ടല്ലോ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ നേരം ഉണ്ടാവില്ല. ആ ഉമ്മമാര് മാറണം. ഈ ചില ഉമ്മമാര് മാറണം. ഇപ്പോ അങ്ങനെയുണ്ട്, ശരിയാ, അങ്ങനെയുള്ളവരുണ്ട്. അതില് കുറച്ച് മാറ്റം വരുത്തേണ്ടത് ഈ വല്യമ്മമാരുടെ കാറ്റഗറിയാണ്. ഇവിടെ സംഭവിക്കുന്ന വെച്ചാല് അടുത്തൊരു കൗൺസിലിംഗ് കേസ് വന്നിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കഞ്ഞി അരച്ചിട്ടേ കുട്ടി കൊടുക്കുള്ളൂ, മിക്സിയിൽ അടിച്ചിട്ടാ കൊടുക്കുക. ഈ കുട്ടിക്ക് കഫക്കെട്ടായി. ഇതല്ലെങ്കിൽ ഈ കുട്ടി കഴിക്കൂല, കാരണം അതിന് ചെറുപ്പം തൊട്ടേ ഇത് ശീലിപ്പിച്ചിട്ടുണ്ട്, അരച്ചു കൊടുക്കുന്നത്. അപ്പൊ കട്ടിയുള്ള സാധനമൊന്നും ഈ കുട്ടിക്ക് തടയാൻ പ്രയാസമാണ്, അത് ശീലമില്ല. അപ്പൊ ഈ കുട്ടി അത് കഴിക്കൂല. അപ്പൊ ഇങ്ങനെ ശീലിച്ച് ഈ കുട്ടിക്ക് ഇത് കഫക്കെട്ടായിട്ട് മാറി. മിക്സിയിലിട്ട് ഇല്ല, അവർക്ക് വേണ്ടത് എല്ലാ സാധനവും മിക്സ് ചെയ്ത് ചെറുപ്പത്തിലേ നിങ്ങൾ അവരുടെ നാവിനെ രുചിയാക്കി കൊടുത്തു നോക്കിയേ, എല്ലാ സംഭവങ്ങളും കൊടുത്തു നോക്കിയേ, ആ കുട്ടികളെല്ലാം കഴിച്ചു തുടങ്ങും. പിന്നെ നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് കേൾക്കാതിരിക്കുക.
നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ആരൊക്കെയോ വരുന്നുണ്ട്. വരുന്നവരെ വേഗം ഇവിടെ ഇരുത്തുക. ആ സൈഡ് വിൽക്കണ്ട ഒഴിച്ചു കൊടുത്തല്ലേ. ബാക്കിയുള്ളവർ ഇവിടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾ ഇങ്ങനെ അവരിലേക്ക് നോക്കിയിട്ട് പോകണ്ട. സമയം പെട്ടെന്ന് ഓടും. ഓക്കെ, യെസ്. അപ്പോ ഇതിൽ നമുക്ക് എന്താണ് ഇനി ഒരു പരിഹാരം? നമ്മള് എന്ന ഉമ്മയുടെ, വല്യമ്മയാണെങ്കിൽ വല്യമ്മ ഉമ്മയാണ്, ഈ മോളുടെ ഉമ്മയാണ് അല്ലേ? നമ്മളെക്കാളും ഉത്തരവാദിത്വം കൂടുമാർക്ക് നമ്മുടെ ഉമ്മമാർക്ക്. കാരണം അവർക്ക് ബേജാറാണ്. ആ കുട്ടിനെ വെറുതെ പട്ടിണിക്കിട, അതിന്റെ ചേലും കോലും കണ്ടില്ലേ? ഒരു ദിവസം അവിടെ നിന്നിട്ട് പുറത്തേക്ക് വന്നാൽ പറയാനുള്ള പരാതിയൊക്കെ ആകെ മെലിഞ്ഞ് നോക്കായിട്ടാണ്. അപ്പോ ഇത് അവരുടെ സ്നേഹം കൊണ്ടാണ് അതങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാം. അതെ, ആ സാരില്ല, അവരൊക്കെ മാറും. ആ അല്ല, ഇതിലൊരു കാര്യമുണ്ട്. നമ്മള് സത്യത്തില് നമ്മളെ വീട്ടിലേക്ക് എന്നാ നമ്മളിതൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കലല്ലേ അല്ലേ? അതാണ്. അപ്പൊ പിന്നെ അവിടെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് നമ്മുടെ ഉമ്മമാർക്കാണ്. അവരാണ് കുടിപ്പിക്കുന്നത്, അവരാണ് ഭക്ഷണം കൊടുക്കുന്നത്, എല്ലാ കാര്യം. നമ്മള് ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്നുണ്ടാകും അല്ലെ? നമ്മളങ്ങ് ആ പഴയ കുട്ടി അതങ്ങടായി മാറി. അപ്പൊ അവിടെ ഉത്തരവാദിത്തങ്ങൾ ഇവരാണ്. ഓക്കെ, ഓലോലെ പേരക്കുട്ടീനെ കുറച്ച് ദിവസം നോക്കിക്കോട്ടെ, ആർക്കും ഇട്ടുകൊടുക്കാം, അത്രേ ഉള്ളൂ. അവിടെ നമ്മളതൊരു അമ്മ എങ്ങനെയാണ് എന്നുള്ളൊരു പ്രഷർ കൊടുക്കാതെ ഫ്രീ ആക്കി വിടാം. മൈൻഡ് എപ്പോഴും ഒരു സെറ്റ് ഇറ്റ് ഫ്രീ മോഡിലേക്ക് കൊടുക്കാൻ പറ്റണം. കാമായിട്ട് ടേക്ക് ഇറ്റ് ഈസി, സിമ്പിൾ, ഒക്കെ ഒരു വലിയ മോഡ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ ആവുമ്പോൾ ലൈഫ് കുറച്ചും കൂടെ സിമ്പിളാവും, ഈസിയാവും. ടൈറ്റ് പിടിച്ചിരുന്നിട്ടാണ് ഈ പ്രഷർ കയറുന്നത്. എങ്ങനെ ഉള്ളിങ്ങനെ ഒരാളെൻ്റെ അടുത്തുണ്ട് പറയും, ഹൃദയം ഇങ്ങനെ അടിക്കണം, ഭയങ്കരമായിട്ട് അടിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ മതി, ആളുള്ളിൽ അടിച്ചുകൊണ്ടേയിരിക്കുക, അടിയോടടി. പിന്നെ ഒന്നും പറയാൻ വയ്യ, അടി കയറി. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത്? കിട്ടുന്ന മുഴുവൻ ഇവിടെ കൊണ്ടേക്ക്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ദിസ് ഇസ് നോട്ട് എ വേസ്റ്റ് ബാസ്കറ്റ്. ഇവിടെ കൊണ്ടുപോയിട്ട് നടക്കാനുള്ളതെല്ലാം ഇതിനെ നിങ്ങളൊരു പൂന്തോപ്പ് പോലെ കാണാം. ഒരു പൂന്തോട്ടത്തില് കുറെ കച്ചറ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവിടെ ഇട്ട ചെടികൾ ശരിക്കും വളരുവോ? പ്ലാസ്റ്റിക് കുറെ കൊണ്ടുപോയി തള്ളി അവിടെ റോസാപ്പൂവിന്റെ ചെടിയുടെ മുകളിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് പൂവ് വിരിയോ? നടക്കൂല, കേടായി പോവാ ചെടി. ഇതുപോലെ നമ്മളെ ഉള്ളിലേക്കുള്ള വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോയി നിറച്ച് എല്ലായിടത്തും പ്രശ്നം ഒക്കെ കേൾക്കും, എല്ലാ ന്യൂസും കാണും, എല്ലാ വിഷമങ്ങളും എടുക്കും, ടെൻഷൻ ഫുള്ള് കയറ്റി ഇവിടെ നിറച്ച്. എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഉള്ളിൽ നല്ലതിനൊന്നും വളരാനുള്ള സമയം ഉണ്ടാവില്ല, വരൂല, നല്ലതൊന്നും വളരൂല. ഇവിടെ ഫുള്ള് വേസ്റ്റ് നിറഞ്ഞിട്ട് അടഞ്ഞു കിടക്കുകയായിരിക്കും. എല്ലാത്തിനെയും ഒരു സിമ്പിൾ ആയിട്ട് കാണാൻ നമുക്ക് പറ്റണം. അതിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒരാള് മെഡിറ്റേഷൻ, 2 ആള്, വേറെ ആരാ കേട്ടിട്ടുണ്ട്? 3 ആള്, 4 ആള് കേട്ടിട്ടുണ്ട്. ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള എത്ര പേരുണ്ട്? ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങളെ ഞാൻ എൻ്റെ 5am ക്ലബിലേക്ക് വെൽക്കം ചെയ്യാണ്. രാവിലെ പ്രഭാത സമയത്ത് ഞങ്ങള് ഇപ്പൊ പ്രയറിനനുസരിച്ച് ബാങ്ക് നിസ്കാരം ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓപ്പൺ ആക്കും. 5:45 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്, 5:45 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും, 6:15 കൂടെ ക്ലോസ് ചെയ്യും. അതിനുള്ളില് രാവിലെ എണീറ്റ് നമ്മൾ നേരെ അടുക്കളയ്ക്ക് ഓടുകയല്ലേ, കുട്ടികളെ പറഞ്ഞയക്കണം, ചോറുണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, ഫുള്ള് തിരക്കാം. അതിന് പകരം കുറച്ച് സമയം രാവിലെ എണീറ്റിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പൊ അതിനുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് 5am ക്ലബ്. ഞാൻ അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആർ യു ഹാപ്പി? യെസ്. ഓക്കെ, 100 മാർക്കില് നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളെ ഹാപ്പിനെസ്സിന്? 100ൽ എത്ര കൊടുക്കാൻ പറ്റും? പറ്റില്ല, നിങ്ങളെ പേപ്പർ കയ്യിലാണെങ്കിൽ എഴുതി വെക്കാം. 100ൽ എത്ര കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ മനസ്സിലെഴുതാം. 100ൽ 100 തന്നെ ഉറപ്പാണ്. ഇപ്പൊ അല്ല കേട്ടോ, ഒരാഴ്ചത്തെ കണക്കെടുക്ക്, ഒരു ആവറേജ്. എക്സാം അല്ലേ, ഇപ്പൊ തന്നെ ടെൻഷൻ അടിച്ചോ? എന്തിന്? അപ്പൊ എന്താ സംഭവിക്കുക? ഇനിയിപ്പോ തോറ്റാ എന്താ സംഭവിക്കുക? അപ്പോഴും ടെൻഷൻ അല്ലേ? എല്ലാ കാര്യമുണ്ടോ? ആണെങ്കിൽ ബിരിയാണി കഴിച്ച് അടിച്ചു പൊളിച്ച് നടന്നു ചാവും. ടെൻഷൻ അടിച്ച് ജയിച്ചാല് ആ കളഞ്ഞ കാലം എത്രേ? ആ സമയത്തുള്ള ഹാപ്പിനെസ്സിനൊക്കെ ഈ വെറുതെ കളഞ്ഞില്ലേ?
നോ. അപ്പൊ അതുവരെ അതിന്റെ ഇടയിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതുവരെയുള്ള കാലം നമ്മൾ വെറുതെ കളയല്ലേ. എവറി മൊമെന്റ് ഹാപ്പി ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഓരോ നിമിഷം നാളത്തത് ആലോചിച്ചിട്ട് എന്തിനു ടെൻഷൻ അടിക്കണേ? നീ എഴുതാനുള്ള പണി ചെയ്തിട്ടുണ്ട്. തവക്കുൽ ചെയ്യാ, സറണ്ടർ ചെയ്യാ. ഇനി റിസൾട്ട് വരട്ടെ, അപ്പൊ കാണാം. അതാണ് ചെയ്യേണ്ടത്. സ്ട്രെസ് കയറ്റി പരീക്ഷ എഴുതുന്ന കുട്ടികള് ഓല ഉമ്മാര് അടിച്ചു പോവാനായിട്ടുണ്ട്. എന്തിനാ? ഞാൻ വിചാരിക്കും നമുക്ക് വെക്കേഷനിൽ ഒരു മദേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ക്യാമ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാമ്പ് നടത്താറുണ്ട്. അപ്പൊ ഇത്തവണ പരീക്ഷ എഴുതി SSLC +2 പരീക്ഷ ചെയ്ത ഉമ്മാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ക്യാമ്പ്. കാരണം അവരാകെ ടെൻഷനിലാണ്, ഫുള്ള് സ്ട്രെസ്സാണ്. മക്കളെക്കാളും ഫുൾ സ്ട്രെസ്സിലാണ് ഉമ്മാരിരിക്കുന്നത്. അവരുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കണം. ഇത് ഇങ്ങനെ സ്ട്രെസ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ അസുഖങ്ങളുടെ ഒരു 80% അസുഖം കിടക്കുന്നത് എന്താണ്? സൈക്കോസൊമാറ്റിക് എന്നാ പറയാ. മനസ്സിന്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. മനസ്സ് ഹാപ്പി ആക്കി വെക്കി, ബോഡി ഹാപ്പി ആയിരിക്കും. ഈ മനസ്സിനെ സുഖാക്കി വെക്കുക. ഈ പരീക്ഷ എഴുതി, ഓക്കെ, അത് ഭംഗിയായിട്ട് ചെയ്തിട്ടില്ലേ? ഇനി അവിടെ തവക്കുല് ചെയ്യും. ബാക്കി നീ പടച്ചോൻ തരും. നല്ല പണി നീ ചെയ്തു, ബാക്കി നീ കൊടുക്കുക. ഇനി നീ ടെൻഷൻ അടിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? അവിടെ നിന്റെ മൈൻഡിലുള്ള നെഗറ്റീവ് പഠിച്ചോ, ഞാൻ മാത്സിൽ ആ ക്വസ്റ്റ്യൻ വിട്ടോ, അല്ലെങ്കിൽ ഇത് ഞാൻ വിട്ടോ, ആലോചിച്ച് അഥവാ ശരിയിടാൻ പോയിട്ടുള്ള സാറിന്റെ കൈ ഇങ്ങനെ പോവാനുള്ള സാധ്യതയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മക്കള് പുറത്തേക്ക് പോകും, പുറമേക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് ടെൻഷൻ എടുക്കും. പഠിച്ചോനെ കുട്ടി വരൂലേ, എവിടേക്കെങ്കിലും പോവാവോ എന്തോ ആവോ, ബേജാറായിട്ട് നേരെ വരാനുള്ള കുട്ടീനെ ഇങ്ങനെ ആക്കണത് നമ്മളെ ചിന്തയാണ്. ഒരു കാര്യമില്ല, ഇതിന്റെ ചിന്ത ഭയങ്കരമാണ്. നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചു നോക്കിയേ, എനിക്ക് വയ്യ ഒരു 100 വട്ടം ഒന്ന് പറഞ്ഞു നോക്കി, ഒന്നിനും വയ്ക്കൂല. ഈ 100 തവണ വേണ്ട, ഒരു 10 തവണ പറഞ്ഞോ, ഇന്ന് ഞാൻ സ്കൂളിൽ പോണില്ല, ആ മാത്സിന്റെ ടീച്ചർ ഒരു രസമല്ല, ഒരു ചാതി, നിങ്ങൾക്ക് മാത്സിന്റെ സബ്ജക്റ്റ് ഒട്ടും ഇഷ്ടപ്പെടില്ല. പിന്നെ ആ ടീച്ചർ വരുമ്പോ തന്നെ നിങ്ങളുടെ ഉള്ളില് സാധനം കയറി തുടങ്ങും. പിന്നെ ആ ക്ലാസ് ഇഷ്ടമല്ല, സബ്ജക്ട് ഇഷ്ടമല്ലാതാവും, മാർക്കില്ലാതാവും, മൊത്തത്തിൽ നിങ്ങളെ ലൈഫിനെ ബാധിക്കും. നേരെ മറിച്ച് എന്ത് ചെയ്താൽ മതി? മാത്സിന്റെ ടീച്ചറെ വേണ്ട, ഓക്കെ പോട്ട്, പക്ഷെ മാത്സ് നമ്മളെ ലൈഫിന് വേണമല്ലോ, പരീക്ഷയിൽ ഫുൾ A+ വേണമെങ്കിൽ വേണമല്ലോ എന്നെങ്കിലും ചിന്തിച്ചിട്ട് അതിനെ ഇഷ്ടപ്പെടാം. അല്ലാതെ നെഗറ്റീവ് തോട്ടിൽ കുടുങ്ങിക്കഴിഞ്ഞാല് ലൈഫ് കൊളാവാൻ വേറെ ഒടുക്കും പോണ്ട. ചിന്തയെ ട്രാക്ക് ചെയ്യാൻ പഠിക്കുക, ചിന്ത നിയന്ത്രിക്കാൻ പഠിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ചിന്തകളാണ് ഏറ്റവും വലിയ പ്രശ്നം. ചിന്തയാണെന്ന ഏറ്റവും നന്നായിട്ട് നമ്മളെ സക്സസിലാക്കുന്നതും ചിന്തയാണ്. ഓരോരുത്തരും യുണീക്ക് ആണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ 100-ല് 80-25 ഹാപ്പിനെസ് എവിടെ? 10 മാച്ചിൽ പോയി കിടക്കുന്നത്, എവിടെ പോയി കിടക്കുന്നത്? ചിന്തിച്ചില്ല. എവിടെയോ പ്രശ്നമുണ്ട്, എവിടെയാണെന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങളുടെ കോൺഫിഡൻസ് എത്ര %? നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങളുടെ ആത്മവിശ്വാസം എത്രയുണ്ട്? ഇല്ലേ? ആർക്കൊന്നുമില്ലേ? നേരത്തെ 100 ചായ പറഞ്ഞവരൊക്കെ എവിടെ? കോൺഫിഡൻസ് ഇല്ലേ? അപ്പൊ എത്ര %? ഔട്ട് ഓഫ് 100? നോ നെവർ. എനിക്ക് കോൺഫിഡൻസ് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എനിക്ക് എന്റെ കോൺഫിഡൻസിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കോൺഫിഡൻസ് ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് എത്രയുണ്ട്? പറയും. 100-ൽ എത്ര? മോളൊക്കെ എത്രയുണ്ട്? ആരെങ്കിലും പറയണം. 3-ൽ ആലോചിച്ചു കോൺഫിഡൻസ്. സംസാരിക്കാം. കോൺഫിഡൻസിനെ ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കും.
നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണുന്ന എൻ്റെ ഉമ്മാരെ പോലെയാണ്, നിങ്ങളെ കാണുന്ന എൻ്റെ അനിയത്തികളെ പോലെയാണ്, നിങ്ങളെ കാണുന്ന എൻ്റെ ഏട്ടത്തികളെ പോലെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്കറിയില്ല. അതുകൊണ്ട് ആ എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി. അവസരങ്ങളാണ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ആൾക്കാരുമില്ല സംസാരിക്കാൻ. സ്റ്റേജ് ഫിയർ മാറ്റാൻ പറ്റിയ വലിയൊരു ചാൻസ് ആണ്, ഉപയോഗപ്പെടുത്തുന്നത്. ഹാപ്പിനെസിനെ കുറിച്ച് ആരും സംസാരിക്കും ഇവിടെ വന്നിട്ട്. ഇവിടെ പറയണ്ട, അവനവന്റെ കോൺഫിഡൻസ് പറയണം. അത് പറയണം. കുട്ടികളെ മാത്രം തള്ളേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ റോൾ മോഡലായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കാം. ഹാപ്പിനെസ് വരാനും സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ളൂ. അമ്മയുടെ കോൺഫിഡൻസ് ഇരിക്കുന്നതെന്ന് പറയണേ എല്ലാവർക്കും ഭയങ്കര ആവേശവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവും. പക്ഷെ മുന്നേക്ക് വരാൻ പറഞ്ഞാൽ ബാക്കിൽ പോകും നമ്മൾ, അല്ലേ? അതാണ് നമ്മളെ അതാണ് നമ്മുടെ കോൺഫിഡൻസിന്റെ കുറവ്. നമുക്ക് നമ്മുടെ വിശ്വാസമില്ല. അടുത്ത ചോദ്യം ഇവിടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ എത്ര വിശ്വാസമുണ്ട്? നിങ്ങളുടെ ക്രിയേറ്ററില്, നിങ്ങൾ സൃഷ്ടിച്ചവരില്. നൂറിൽ കുറവുള്ളവരാരെങ്കിലും? പിന്നെ എന്താ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലാതെ? പിന്നെ നിങ്ങളെ വിശ്വാസമില്ലാത്ത? എന്റെ പഠിച്ചവൻ എന്നെ തകർത്തൂല, എന്നെ പരാജയപ്പെടുത്തൂല എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല? സംശയമൊന്നുമില്ല. ആ വിശ്വാസത്തിന് കുറവുള്ളതുകൊണ്ടാണ് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. പക്ഷെ അത്രയും കംപ്ലൈന്റ് ഒരു സൈഡില്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്താ തരാത്തത്? എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്താ കിട്ടാത്തത്? അവിടെയും നമ്മള് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഇത് ഡൗട്ടാ. ഈ സംഭവത്തിന് നിങ്ങൾക്ക് വിശ്വാസം 100 ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് 100% 100% നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ചതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടാവണം. നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. വെറുതെ ഒരു പടപ്പാണോ നമ്മള് ചുമ്മാ അടച്ചു വെച്ചതാണോ? അല്ല. നമ്മുടെ ശരീരം നോക്കി നോക്കിയേ, എത്ര പവിത്രമാണ്, എന്ത് അത്ഭുതങ്ങളാണ് നമ്മുടെ ഓരോ അവയവത്തിലും ഇരിക്കുന്നത്. ഇത്രയും അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു ശരീരത്തിന് സൃഷ്ടിച്ചവരിൽ 100% നമ്മുടെ വിശ്വാസം സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവണം. റെഡിയാണോ? അപ്പൊ പിന്നെ ബാക്കിൽ സാറിന്റെ എന്റെ കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റെഡിയാണെങ്കിൽ ഒന്ന് കൈയടിക്കും. ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ സന്തോഷം ഇതൊക്കെ എവിടെന്നാ നമുക്ക് കിട്ടുന്നത് അറിയോ? എവിടെന്നാ സന്തോഷം കിട്ടാം? എവിടെന്നാ സന്തോഷം കിട്ടാം? ആളുകൾ എടുക്കുന്നത് എവിടെന്നാ സന്തോഷം കിട്ടുന്നത്? സന്തോഷം എവിടെന്നാ കിട്ടുക? ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് കിട്ടും. ഫ്രണ്ട്സിൽ നിന്ന് കിട്ടും, ഫാമിലിയിൽ നിന്ന് കിട്ടും, നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടും. പിന്നെ നമുക്ക് സന്തോഷം കിട്ടുമോ? സന്തോഷം എവിടെ കിട്ടുക? മറ്റുള്ളവർക്ക് നമ്മളൊക്കെ കിട്ടുന്ന പറഞ്ഞ സാധനം ശരിക്കുള്ളത് യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് ഒരു കഥ പറയാം. എവിടെ പോയിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നു അല്ലെ? ഒരിക്കലേ ഒരു സ്ത്രീ ഇങ്ങനെ യാത്ര പോവാം. ആ സ്ത്രീ ഇങ്ങനെ അന്വേഷിക്കണം എന്താണെന്നറിയോ?
ഈ സന്തോഷം തേടി ഇങ്ങനെ തേടി നടക്കുക. കുറെ ആളുകളോട് ചോദിച്ചു, എവിടെയാണ് ഹാപ്പിനെസ്, എവിടെയാണ് ഈ സന്തോഷിക്കുന്നത്? പുസ്തകങ്ങൾ കുറെ വായിച്ചു, കുറെ യാത്രകൾ ചെയ്തു, ഒരുപാട് ആളുകളോട് ചോദിച്ചു, മലകളും താഴ്വരകളൊക്കെ താണ്ടി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം മാത്രം കിട്ടുന്നില്ല. അവസാനം ഒരു പുഴ വക്കത്ത് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറെ യാത്ര ചെയ്ത ക്ഷീണമുണ്ട്, അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ വെള്ളത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഒരു സന്യാസി, ഒരു ഗുരു അവിടെ വന്നു. ഈ കുട്ടിയോട് ചോദിച്ചു, സ്ത്രീയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ? അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ഗുരു കുറെ നേരമായി ഹാപ്പിനെസ് തേടി നടക്കുകയാണ്, പക്ഷെ ഈ ഒരു സന്തോഷം എനിക്ക് എവിടെ ഒന്നും കണ്ടെത്താനായില്ല. ഞാൻ കുറെ ആളുകളോട് ചോദിച്ചു, കുറെ പുസ്തകങ്ങൾ വായിച്ചു, പക്ഷെ എനിക്കിത് എവിടെ നിന്ന് കിട്ടിയില്ല. അപ്പൊ ഈ ഗുരു പറഞ്ഞു, നീ തേടി നടക്കുന്നത് വേറെ എവിടെയല്ല, അത് നിന്റെ അകത്താണുള്ളത്, നിന്റെ അകത്താണുള്ളത്. നീ ആ വെള്ളത്തിലേക്ക് നോക്ക്, നിന്റെ മുഖത്തേക്ക് നോക്ക്, എന്നിട്ട് നിന്റെ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഈ തേടുന്ന ഹാപ്പിനെസ് ഇരിക്കുന്നത് ഞാൻ എൻ്റെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളില് സന്തോഷം ഉണ്ടെങ്കിലേ പുറമേക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ട്, ഒരാൾ വന്നിട്ട് നിങ്ങളോട് 10,000 രൂപ ചോദിച്ചു, കൊടുക്കണ്ടാവോ? ഇല്ല, എൻ്റെ അടുത്ത് 1000 ഉള്ളൂ എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ 10,000 നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 10,000 കൊടുക്കാൻ പറ്റും. ഇതുപോലെയാണ് ഹാപ്പിനെസ്. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഇത് നിറഞ്ഞു നിൽക്കുന്നോ അത്രയും നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് മുഴുവൻ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തുനിന്ന് റിഫ്ലക്ട് ചെയ്യുക. ഉള്ളിൽ മുഴുവൻ കുശുമ്പ് കുഞ്ഞായ്മയുള്ളെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്നതൊക്കെ അതന്നെ ആയിരിക്കും. മറ്റുള്ളവരൊക്കെ നമ്മളോട് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും, എല്ലാവരുടെയും കുറ്റം പറയാന്ന് തോന്നും, എല്ലാവരെയും ഒറ്റപ്പെടുത്താന്ന് തോന്നും. നമുക്ക് വരുന്നത് മുഴുവൻ സങ്കടങ്ങളും വിഷമങ്ങളും മാത്രമായിരിക്കും. ഉള്ളെന്ന് പറയുന്ന സംഭവമില്ലേ, ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ ഹൃദയം. കണ്ണാടി പോലെയാ. ആ ഹൃദയത്തിനെ അങ്ങ് ശുദ്ധമാക്കി വെക്കാൻ നമ്മൾ പഠിക്കാം. ഞാൻ എന്താ ചെയ്യാം? എങ്ങനെ നമുക്ക് ഹൃദയത്തിന്റെ ഹാപ്പിനെസ്സിനെ കൊണ്ട് എത്തിക്കാൻ പറ്റാം? ട്രഷർ ഹൗസ് വിത്തിൻ യു എന്നാ പറയാ. നിധി എന്ന് പറയില്ലേ, നിധി. നിധി എന്ന് പറയുമ്പോ ഈ നിധി ഇരിക്കുന്ന സ്ഥലത്തിൽ എവിടെ? നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ തേടുന്ന ഹാപ്പി, സന്തോഷം തേടുന്ന പുറത്തേക്ക്, സന്തോഷം പുറത്തുണ്ട്, സ്നേഹം പുറത്തുനിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ തേടുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് തിരിച്ചറിയാതെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പുറത്തുനിന്ന് കിട്ടണം എന്ന് വിചാരിച്ച് ഉള്ളിനെ സ്നേഹിക്കാനോ നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനോ നമ്മൾ സമയം കാണുന്നില്ല. എന്നിട്ട് പുറത്തേക്ക് നമ്മൾ തേടി നടക്കാം. യെസ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഈ ഹാപ്പിനെസ്സിനെ കണ്ടെത്താം? നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെന്ന കണ്ണാടിയെ എങ്ങനെ നമുക്ക് തിളക്കമുള്ളതാക്കി മാറ്റാം? ഒന്ന് ചിരിച്ചേ, എല്ലാവരും ഉള്ളിൽ തുറന്നൊന്ന് ചിരിച്ചേ, മനസ്സറിഞ്ഞ ചിരിച്ചേ. ചിരി പിടിച്ചു വെക്കാതെ ചിരിക്കും. അടുത്തുള്ള ആരും കലയൊക്കെ ഇടുന്ന ചോദിച്ചേ, ഈ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് അല്ലേ? എങ്ങനെ റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ശരിയോ? ചിരിക്കും. ചിരിച്ചു കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്ത് ചിരിക്കും. നമ്മള് ചെറിയ കുട്ടികൾക്ക് ഒരു ഡാൻസ് കളിക്കാൻ വന്നല്ലേ? വേഗം വരുന്നു. നിങ്ങളും തോന്നിട്ടോ ഒരു രക്ഷിതാക്കളും കളിച്ചോളി. കളിച്ച് പാടണ്ടല്ലോ. വീട്ടിലെ പണികള് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നല്ല വീട്ടിലുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. നിങ്ങള് നിങ്ങളുടെ ഉമ്മമാര് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഗർഭം ചുമക്കുന്ന ഒരു കാലഘട്ടമില്ലേ, എത്രത്തോളം പ്രയാസമേറിയ കാലഘട്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം? അറിയില്ല. ഏകദേശം 9 മാസവും ചില്ലറ കാലവും 14 ദിവസത്തോടടുത്ത് നമ്മൾ ഈ കുഞ്ഞിനെ ഗർഭത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആ സമയമൊക്കെ ഈ കുഞ്ഞ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരുപാടാണ്. കുഞ്ഞല്ല, കുഞ്ഞിന്റെ അമ്മ
ഉമ്മ തിരിഞ്ഞു കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പറ്റൂല. മലർന്ന് കിടക്കണമെന്നോ പറ്റൂല. പുറത്ത് ഉമ്മയുടെയൊക്കെ ചീത്ത പറയും അല്ലേ? വലിയ നമ്മളൊക്കെ വലിയമാരുടെ ഓപ്പറത്ത് മലർന്ന് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും. കാരണം കുഞ്ഞിന്റെ പൊക്കിൽ കൂടി ചുറ്റി പോകും. കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ച് ഒന്ന് മലർന്ന് കിടക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും മാസങ്ങളോളം അത് ചെയ്യാതെ കിടക്കും. ഓടാൻ പറ്റില്ല, വേദനകൾ ഉണ്ടാവും. എന്തിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴും വോമിറ്റ് ചെയ്യും, ഛർദിക്കും. ഒരു ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഛർദിക്കും. അടുത്തത് എന്തെങ്കിലും വെള്ളം കുടിക്കട്ടെ അത് ഛർദിക്കും. ചില സ്ത്രീകളൊക്കെ വെള്ളത്തിൽ മാത്രം മാസങ്ങൾ കടന്നു പോകുന്ന ആളുകളുണ്ട്. അത്രയും പ്രയാസപ്പെട്ട് ആ കുഞ്ഞിനെ കൊണ്ട് അത്ര കാലം കടന്നുപോയി ലേബർ റൂമില് ചെല്ലും. അതൊരു സുഖപ്രസവമൊക്കെ പറയും. അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. വേദന സഹിച്ച് 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 വല്ലാത്തൊരു പരുവത്തിലായിട്ടുണ്ടോ. ആരുണ്ടാവില്ല നമ്മുടെ കൂടെ. ആ ലേബർ റൂമില് ചീത്ത പറയുന്ന കുറച്ച് സിസ്റ്റർമാരും എപ്പോഴെങ്കിലും വന്ന് തലയിട്ട് നോക്കി പോകുന്ന ഒരു ഡോക്ടറും ഉണ്ടാവും. നമ്മുടേതെന്ന് പറയാൻ ആരും അവിടെ ഉണ്ടാവില്ല. അപ്പുറത്തിപ്പുറത്ത് കിടക്കുന്ന കട്ടിലുകൾ മാത്രം നമുക്കൊരു ശരണമായിരിക്കും. ആ കട്ടിലുകളിൽ വേദന അടക്കി പിടിച്ച് അമർത്തി പിടിച്ച് കരഞ്ഞു പാവിട്ട് കരഞ്ഞു നിലവിളിച്ചുള്ള ദിവസങ്ങളോളം അതിനുള്ളിൽ കിടക്കുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ വേദന സഹിച്ച കുട്ടി ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കയറി ഇറങ്ങും സ്റ്റെപ്പുകളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി നടക്കും. ഇതൊന്ന് വേഗം ഒന്ന് കഴിഞ്ഞു കിട്ടിയില്ലേ. കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദന മരണത്തിന് തുല്യമാണെന്നാ പറയാം. അത്രയും സഹിക്കാൻ പറ്റാത്ത വേദന സഹിച്ച് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു നിമിഷമുണ്ട്. പൊട്ടി വലിയ നാടി ഞരമ്പുകൾ എന്നാ പറയാ. മരണത്തിന് തുല്യമാണ് പ്രസവ വേദന. അത്രയും വേദന സഹിച്ച് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേൾക്കാം. സഹിച്ച വേദനയൊക്കെ മറക്കും. അത്ര കാലം കൊണ്ട് നടന്ന വേദനയൊക്കെ ആ ഒരു കരച്ചിൽ കേൾക്കുന്നതോട് കൂടെ അമ്മ മറക്കണം. പിന്നെ ആ ഉമ്മ കുഞ്ഞിന്റെ മുഖം കാണാനുള്ള വെത്തലായി. അതൊന്ന് കണ്ട ഒരു ആശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ സമയത്തും വേദനിക്കുന്നുണ്ടാവും, അവിടെ സ്റ്റിച്ചിങ് തുന്നുന്നുണ്ടാവും. ഇപ്പൊ ഇരിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ടോ ഈ കുട്ടി കരച്ചിലൂടെ കരച്ചിലേക്കാണ്. ചില കുട്ടികൾ രാത്രി ഉറങ്ങൂല. ഈ ഇത്രയും മാസങ്ങൾ വേദന സഹിച്ച് ഈ പെണ്ണ് ലേബർ റൂമിൽ കിടന്ന് പെയിൻ അനുഭവിച്ചിട്ടുള്ള ഈ പെണ്ണ് ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കുമ്പോ ഈ കുട്ടി ഉറങ്ങാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് പാലുടിച്ച് കിടക്കണ്ടേ ചില കുട്ടികള്, ആ വീട്ടിൽ കരഞ്ഞോണ്ടേ ഇരിക്കുന്ന കുട്ടികള്. അങ്ങനെയൊക്കെയുള്ള കുട്ടികളായിരുന്നു നിങ്ങളൊക്കെ. എന്നിട്ടും ആ കുട്ടീനെ എനിക്ക് വേണ്ടാന്നോ ഇതിനെ എനിക്ക് ഉറങ്ങാൻ അയക്കുന്നില്ല എടുത്ത് എറിയേ കളയെ ഒന്നും ചെയ്യാതെ ദിവസങ്ങൾ വീണ്ടും സഹിച്ച് സഹിച്ച് ആ ഉമ്മ നിങ്ങളെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കരയുമ്പോ എന്നെ ഉറങ്ങാൻ അയക്കുന്നില്ലല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ട് കരയിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നിരുന്നു. നിങ്ങള് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ? അതെന്റെ ജീവനാ. എന്റെ പൊക്കിൾ കൂടി കുറച്ച് വേറിട്ട് മാറ്റിയിട്ടുള്ള ഒരു ജന്മമാണ് അത് എന്ന് ഈ അമ്മക്കറിയാം. അതുകൊണ്ട് മാത്രം ദിവസങ്ങൾ കഴിഞ്ഞു. 1 വർഷം, 2 വർഷം, 3 വർഷം കുഞ്ഞ് പിച്ച വെച്ച് തുടങ്ങി. അവിടെ നിന്നും കുട്ടികൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, പല അസുഖങ്ങളുണ്ടാവും. രാത്രി 8 മണിക്കൊക്കെ എണീറ്റിട്ട് ചായ കാപ്പി എന്നൊക്കെ പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. എന്റെ മോളൊക്കെ എനിക്കറിയാം. 2 മണിക്ക് എണീറ്റ് ബൂസ്റ്റ് വേണം, ബൂസ്റ്റ് 2 മണിക്ക് ബൂസ്റ്റ്. അത് കഴിഞ്ഞാൽ പറയും ബൂസ്റ്റിനെ കടുപ്പല്ല, അടുത്ത ബൂസ്റ്റ്. ഇങ്ങനെയൊക്കെ പറയുന്ന മക്കളാണ് പലരും. എന്നിട്ടും നമുക്ക് ചിലപ്പോൾ 4 മണിക്ക് എണീക്കേണ്ടി വരും. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ അവിടെ കുഞ്ഞിനെ പൈസ ആരാൻ പോകുന്നില്ല. ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ മുന്നോട്ടേക്ക് പോകുന്ന എന്നിട്ട് ഈ മക്കളൊക്കെ വലുതായി വരിക. 4, 5, 6 ഇതൊക്കെ കഴിയുമ്പോൾ അവിടെയൊക്കെ സ്നേഹമുണ്ട്. കുറച്ചുകൂടെ കൗമാരത്തിലേക്ക് കിടക്കുന്ന കാലം 10 കഴിഞ്ഞ് 11 വയസ്സിലേക്ക് കിടക്കുമ്പോൾ ഇന്ന് കൗമാരം തുടങ്ങാം. ആ കാലത്തിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ മൈൻഡ് സെറ്റ് മാറാൻ തുടങ്ങി. ബിക്കോസ് ഹോർമോൺ ചേഞ്ചസ് വരാൻ തുടങ്ങി. കുട്ടിയുടെ രൂപമാറ്റങ്ങള്, ശരീരത്തിന്റെ വളർച്ചകള്, മനസ്സിന്റെ വളർച്ചയും വരാൻ തുടങ്ങി. അട്രാക്ഷൻ കൂടുതലായിട്ട് പിയേഴ്സിനോട്, ഫ്രണ്ട്സിലേക്ക് മാറാൻ തുടങ്ങി. അവരെ ലാളിച്ചുകൊണ്ട് നടന്നിരുന്ന ഉമ്മല്ല. ഉമ്മ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ഉമ്മ പറയുന്നത് ഒന്നുമല്ല എന്ന് ആ കുട്ടികൾ മനസ്സിലാക്കുകയാണ്. ആ കുട്ടികൾ അകറ്റി നിർത്തുകയാണ്. ഉമ്മ പോയിക്കേ, ഉമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്ന് പറഞ്ഞ് തട്ടി മാറ്റുന്ന മക്കളും ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഉപ്പ ഉമ്മ എന്ന് പറയുന്നത് അത്രമാത്രം. ഈ ഉമ്മയുടെ കേസ് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഇപ്പുറത്ത് നമ്മളെ കരഞ്ഞോണ്ടിരിക്കുന്ന മറ്റൊരു വാപ്പയുണ്ട്. ഈ വാപ്പ എന്ന് പറയുന്നത് പുറത്ത് കരച്ചിൽ കാണിക്കാനോ വാപ്പക്ക് അറിയാം. ഉള്ളു വിട്ടുക, ഉള്ളു വിങ്ങുന്നുണ്ടാവും. പുറത്തേക്ക് തന്റെ കുട്ടിക്കാലത്ത് ഈ വാപ്പ കേട്ടൊരു
വാക്കുണ്ട്, നീ ആളാണ് കേട്ടോ കരയരുത് എന്ന് പട്ടാരവും പറഞ്ഞ് പഠിപ്പിച്ചത് കാരണം കരയാതെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ആ വേദനകള്, ആ വിതുമ്പൽ ഉള്ളിൽ വിതുങ്ങി വിതുമ്പി പുറത്തേക്ക് വരുന്ന സമയത്ത് നേരത്തെ മരണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഉള്ളിൽ ഒതുക്കി വെക്കുക പല ഇമോഷൻസും. അങ്ങനെ തന്റെ കുടുംബത്തിന്റെ വിഷമങ്ങളൊക്കെ തന്റെ നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രാരാബ്ദങ്ങളെ സഹിച്ചുകൊണ്ട് പൊഴുകിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഉപ്പമാര് നമുക്കുണ്ട്. ഈ ഉപ്പമാരെ നമ്മൾ കൗമാരത്തിലേക്ക് കിടക്കുമ്പോ മാറ്റി നിർത്തുക. ബിക്കോസ് നമുക്ക് ഇമ്പോർട്ടന്റ് നമ്മുടെ ഫ്രണ്ട്സാ, നമ്മുടെ കൂട്ടുകാരാ. അവര് പറഞ്ഞാൽ അപ്പോഴേക്കും നമുക്കൊന്നുമില്ല. അവർക്ക് എന്താണോ വേണ്ടത്, അവരെ എങ്ങോട്ടേക്ക് പോകണോ, അവരെ എപ്പോ വിളിക്കണോ, അതിനൊക്കെ നമ്മുടെ സമയം കണ്ടെത്തും. ഉമ്മ ഒരു വിളി വിളിക്കുമ്പോ അങ്ങോട്ടേക്ക് വരാൻ നമുക്ക് പറ്റില്ല. ഫ്രണ്ട്സ് വിളിക്കാൻ ഒതുങ്ങുമ്പോഴേക്കിനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് ഇന്നത്തെ തലമുറക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കഥയിൽ പറയാനുണ്ട്, ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ഫോൺ കോൾ വന്ന സമയത്ത് അവൾ ജോലി ചെയ്യാണ്. അത് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ കോൾ ഇങ്ങനെ വന്നപ്പോൾ ഡിസ്റ്റർബൻസ് ഇങ്ങനെ കട്ട് ചെയ്യുക, ഓരോ കോൾ വരുമ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം വിളിക്കുന്നത് അവളുടെ ഉമ്മയാണ്. കോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, ഉമ്മയുടെ ഫോണല്ലേ, അത്ര അത്യാവശ്യമൊന്നുമില്ലാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് അവസാനം ആളുകൾക്ക് കഴിഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. വീട്ടിൽ ആരുമില്ല. അടുത്ത വീട്ടിലുള്ളവർ ചോദിച്ചു, ചേച്ചി എന്റെ വീട്ടിലുള്ളവർക്ക് എവിടെ പോയി? അപ്പൊ ചേച്ചി പറഞ്ഞു, മോളെ ഉമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്ത് പറ്റി? അനിയന് വീട്ടിൽ വന്ന സമയത്ത് ഉമ്മ അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അവനെ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു കൊണ്ടുവന്ന് ഉമ്മനെ വീട്ടിലേക്ക് കൊണ്ടുപോയി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ പെൺകുട്ടി ഓടി ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിടക്കാണ് ഉമ്മ. ആ ഉമ്മ അവസാനമായിട്ട് കുഞ്ഞിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരുപാട് സമയം വൈകിപ്പോയി ഈ സ്ത്രീ അവിടെ എത്തിക്കാൻ, ഉമ്മയെ എത്തിക്കാൻ സമയം വൈകിപ്പോയി എന്ന് പറയുമ്പോ ആ പെൺകുട്ടിയുടെ നെഞ്ച് പിടക്കുക. അപ്പൊ ഈ പെൺകുട്ടി ഉമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോ അവസാനമായിട്ട് അവളെ കൈ പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞു, മോളെ ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചു, നീ പലവട്ടം കോള് കട്ട് ചെയ്തു, നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമായിരുന്നു മോളെ. അത് പറഞ്ഞോടുകൂടെ ഉമ്മ അങ്ങ് മരണത്തിലേക്ക് പോയി. നമ്മുടെ തിരക്കിനിടയില് ഓട്ടപ്പാച്ചിലിനിടയില് നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ളവരെ കാണാനുള്ള സമയം കൊടുക്കാറില്ല. അവരുടെ വിളിക്കൊരു ഉത്തരവാദം നമുക്ക് പറ്റില്ല. കാരണം അവര് അത്ര നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു, അത്ര പ്രയോറിറ്റി കൊടുക്കുന്നു. അവര് തിരിച്ചെന്നാലും അവരുണ്ടാവുന്ന ഒരു വിശ്വാസമാണ് നമുക്ക്. വിഷയമില്ല കുട്ടിക്ക് ആ ഉമ്മ എന്ന് വിളിക്കുന്ന സമയത്ത് അവിടെ കൂടി എത്താൻ നമുക്ക് പറ്റണം. പല ക്രിക്കറ്റ് കളിക്കാരെയൊക്കെ നമ്മൾ കാണുന്നവരാ, ഫുട്ബോളും അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. ഈ റൊണാൾഡോയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? റൊണാൾഡോയുടെ കളിയെ കുറിച്ചൊക്കെ ഭയങ്കര വാദോരാതെ പ്രശംസിക്കുന്നവരും പറയുന്നവരും റൊണാൾഡോ ഫാൻസ് ഒക്കെ വിളിക്കുന്നുണ്ടാവും. റൊണാൾഡോയുടെ അമ്മ ഭയങ്കര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന സ്ത്രീയായിരുന്നു. തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ നോക്കിയിട്ടുണ്ട്. കാരണം അതിനെ വളർത്താനുള്ള ശേഷി അവർക്കില്ല, അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിമിഷത്തില് ആ ഉമ്മയുടെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, വേണ്ട ഈ കുഞ്ഞിന് ജന്മം നൽകാം എന്നൊരു ചിന്തയാണ് റൊണാൾഡോക്ക് ജന്മം നൽകിയത്. അമ്മയുടെ സ്നേഹം, അമ്മ എന്ന് അമ്മ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ എന്ത് തിരക്കിലാണെങ്കിലും ഓടിയെത്തുന്ന റൊണാൾഡോ, ഏത് തിരക്കിനിടയിലും അമ്മയുടെ വിളി കേട്ടാൽ ഓടിയെത്തുന്ന റൊണാൾഡോ. അതാണ് നമ്മൾ നോക്കേണ്ടത്. കളിയും ഒക്കെ ഫാൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇരുളിന്റെ പുറകിൽ ഇതുപോലത്തെ കുറച്ച് ചരിത്രങ്ങളുണ്ട്. ഇരുളിന്റെ പുറകിൽ ഒരുപാട് പ്രയാസത്തിന്റെ കഥകളുണ്ട്. നല്ല ഒരു മനുഷ്യൻ അവിടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ കാണാൻ പഠിക്കുന്നത്, ആ സ്നേഹത്തിനെയാണ് കാണാൻ പഠിക്കുന്നത്. നമ്മൾ എന്താ കാണുന്നത്? അവരുടെ ഔട്ട്ലുക്ക്, അവരുടെ ഡ്രസ്സിങ്, ഇത് മാത്രം നമ്മൾ കാണുന്നത് അല്ലെ? അവരുടെ സംസാരം. ആ ഒരു ഫാൻ ആയിട്ട് നമ്മൾ നടക്കുമ്പോൾ അവരെന്ന മനുഷ്യന്റെ ഒരു നല്ല മനുഷ്യനുണ്ട്, അതിനെ കാണാൻ നമ്മൾ മറന്നു പോവാം. അത് നമ്മളെ ലൈഫിലേക്ക് എടുക്കാതെ നമ്മൾ അവരെ ഫാനായിട്ട് നമുക്ക് കാര്യമില്ല. എടുക്കേണ്ടത് അതിലെ പോസിറ്റീവ് വശങ്ങളാണ്. നമുക്ക് ഈ ഒരു നിമിഷം ഒരു പക്ഷേ നമ്മുടെ പാരന്റ്സിന്റെ വിളി കേൾക്കാതിരിക്കുമ്പോ രാവിലെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് കുറെ വിളിക്കുന്നുണ്ട് രക്ഷിതാവ്, പക്ഷെ ഉണരുന്നില്ല. വേണ്ട, തട്ടി തെറിപ്പിക്കുക, ഉമ്മമാരെ പണി നോക്കി തോന്നുന്നു പറഞ്ഞ് 4 ഡയലോഗ് അടിച്ച് വീണ്ടും ബോധം മൂടി കിടക്കുമ്പോ ഒന്ന് ആലോചിക്കാം. കുറെ സമയം കഴിഞ്ഞ് തിരികെ എണീറ്റ് വരുന്ന സമയത്ത് ഒരു പക്ഷേ
ആ മാതാവ് അവിടെ ഇല്ലെങ്കിലും, ആ മാതാവ് അവിടെ നിന്ന് എന്നേക്കുമായിട്ട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ? ആ മാനസികാവസ്ഥയെ കുറിച്ച് ഇടക്കൊന്ന് ശ്രദ്ധിക്കാം. എവിടെന്ന് വിളിച്ചാലും നമ്മൾ ഉമ്മ എവിടെന്ന് വിളിച്ചാലും വിളി കേൾക്കാൻ നമുക്ക് പറ്റണം. എത്ര തിരക്കിലായാലും എത്ര ഉയരത്തിലെത്തിയാലും ആ ഉമ്മയുടെയും വിളിക്ക് ഉത്തരം നൽകാൻ പറ്റുന്ന മക്കളായിട്ട് നമ്മൾ മാറണം. എന്നാലേ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. റെഡിയാണോ? റെഡിയാണോ? നല്ലൊരു കാര്യം ചെയ്യും. നിങ്ങളെ പാരന്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, രക്ഷിതാക്കൾ, ഇവരുടെ രക്ഷിതാക്കൾ ആരൊക്കെയാണ്? ഈ കുട്ടികളുടെ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കും. ഞങ്ങളൊക്കെ പാരന്റ്സ് ഇല്ല. ഇവരുടെ ഈ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ 1, 2, 3, 4, 5, 6, 7, 8 രണ്ടാം കുട്ടികളും ഇത്ര പേര് നിങ്ങളുടെ എല്ലാവരും ഉണ്ടോ? അങ്ങനെയാണ്. ഈ 4 മക്കൾ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളെ പാരന്റ്സ് നന്നായിട്ടൊന്ന് ഹഗ് ചെയ്തേ. നന്നായിട്ട് ഹഗ് ചെയ്ത് നെറ്റിയില് നല്ലൊരു ചുരുക്കാനം കൊടുക്കും. ആത്മാർത്ഥമായിട്ടൊരു സ്നേഹത്തോടെ കൊടുത്തു മക്കളെ, കൊടുത്ത്. ഓക്കെ, ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞ കഥ എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിലുള്ള നിങ്ങളെന്ന കുഞ്ഞിനെ ഗർഭം ധരിച്ച ഉമ്മ, ആ പിക്ചർ നിങ്ങളെ മനസ്സിൽ എപ്പോഴും കൊണ്ടുവരാം. അതിലൂടെ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് ഈ ബോണ്ട് നോക്കാം. ഉമ്മമാർക്ക് ഒരുപാട് നിങ്ങൾ സ്കൂളിൽ പോകാൻ മുമ്പ് സ്ഥലം കൊടുത്തിട്ടാണോ പോക്ക്? ഉമ്മ കൊടുത്തിട്ടാണോ പോക്ക്? ഉമ്മ സ്ഥലം അവിടുത്തെ ഉമ്മ ഞാൻ പോയിട്ട് അവരുടെ എറിയലാണോ? അവിടെ ഏറുണ്ടാവും. ഞാൻ പോയിട്ടോ അതാണോ? എടുത്തു വന്ന് സ്ഥലം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കൊടുത്തിട്ടാണോ? ആ സമയം ചിലപ്പോ തിരികെ വരുന്ന മക്കളെ. ഇനി എപ്പോഴും +2 ആയി ഡിഗ്രി കവറായി വലുതായി തുടങ്ങാണ് അകൽച്ച വരെയുള്ള രക്ഷിതാക്കളോട്. നമ്മുടെ രക്ഷിതാക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡിയർ പാരന്റ്സ്, മോനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളെ കുട്ടികളെ നമ്മൾ ആ ഒരു 3, 4, 5, 6 ആ പ്രായത്തിലൊക്കെ കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു വാത്സല്യം അവിടെ നിന്ന് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ടല്ലേ? ഉണ്ടല്ലേ? 8 വയസ്സ് വരെയുള്ള പ്രായം നമ്മൾ അന്ന് വരെ തലയിൽ വെച്ച താഴെ വെച്ച ഉമ്മരിക്കുന്നത് പറഞ്ഞാൽ കൊണ്ടുവന്ന കാലഘട്ടമല്ലേ? ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു നമുക്ക് ആ കുട്ടികളായിട്ട്. അവരെ അവരെ കെട്ടിപ്പിടിച്ചിട്ട് അടുത്ത് ചേർത്ത് പിടിച്ച് കിടക്കുന്നതൊക്കെ ഇല്ലേ? അത് ഇപ്പൊ തിരികെ കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കാം. രാവിലെ എണീറ്റ് ഉടനെ ഫോണ് കാണാൻ എത്ര പേരുണ്ട്? രാവിലെ എണീറ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ ഫോൺ എടുത്ത് നോക്കുന്നത് എത്ര പേരുണ്ട്? നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് മൊബൈൽ ഫോൺ കണ്ടാലേ നഷ്ടപരമാണ് നോക്കല്ല, നോക്കല്ല, അത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നതോ. ഇപ്പൊ 7ലും 8ലും ഒക്കെ ആയിട്ടുള്ളൂ നിങ്ങളിപ്പോ ഒരു കംഫർട്ട് സോണിലാണ്. പ്രശ്നമൊന്നുമില്ല, പഠിക്കാനും കൂടുതലൊന്നുമില്ല, ആഴ്ചയിലേക്ക് ചെയ്യും. നിങ്ങൾ ഭാഗം ക്ലിയർ ആണ്. പക്ഷെ അടുത്ത സ്റ്റെപ്പ് പോകണ്ടേ? വണ്ടി മുന്നോട്ടേക്ക് പോകണ്ടേ? രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ഒരു മനുഷ്യന്റെ ബുദ്ധി ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് പ്രഭാത സമയം. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തിന്റെ 1 അരമണിക്കൂറും രാവിലെ ഉണർന്നിട്ടുള്ള 1 അരമണിക്കൂറും നമ്മുടെ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും, ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധി പ്രവർത്തിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്താണോ നിങ്ങൾ കാണുന്നത്, എന്താണോ നിങ്ങൾ കേൾക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിന്റെ പോക്ക്. രാത്രി ചില ആളുകൾ ഫോൺ കണ്ട് ഇങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്.
നിങ്ങളുടെ ഉറക്കത്തിൽ വർക്ക് ചെയ്യുന്നത് ഫോണാണ്. ഉമ്മമാരോ ശ്രദ്ധിക്കുക, 9 മണി വരെ സാറ് മാറ്റിവെക്കും. നിങ്ങൾ ഉപയോഗിക്കണ്ട, അർജന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ മാത്രം. ഫോൺ കണ്ടാണ്ട് ഇങ്ങനെ കരുതാം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. മക്കൾ നമ്മൾ പറയുന്നതല്ല കേൾക്കുന്നത്, ചെയ്യുന്നതാണ് കാണുന്നത്. ഇവര് മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കും. ഇവര് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കും. നിങ്ങളുടെ വീട്ടില് സമാധാനം വേണമെങ്കിൽ, നിങ്ങളുടെ വീട്ടില് സ്വസ്ഥത വേണമെങ്കിൽ, ഞാനേ കഴിഞ്ഞ ദിവസം ഒരു മാസങ്ങളായിട്ട് ഒരു കൗൺസിലിംഗ് ഒരു വീട്ടില് പോകുമായിരുന്നു. എന്താ വെച്ചാല് ആ കുട്ടി അവിടെ പുറത്തേക്ക് വരാൻ റെഡിയല്ല, ആ വീടിന്റെ പുറത്തേക്ക് വരാൻ കുട്ടി റെഡിയല്ല. അപ്പൊ ഉമ്മനെ സങ്കടപ്പെട്ട് നിൽക്കുക. 30-35 വർഷം പ്രവാസ ജീവിതത്തിലിരുന്ന ഒരു വാപ്പ ആള് നാട്ടിൽ വന്ന സമയത്ത് ഉമ്മ വയസ്സാണ്, 15 വയസ്സായിട്ടുള്ള മോന്. ഉമ്മക്ക് ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഉണ്ടായിട്ടുള്ളത്. മൂത്ത മക്കളൊക്കെ പ്രായമായിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ മോനെ വയസ്സായ ഉമ്മാർക്ക് കുറച്ച് പ്രായ ഉമ്മാർക്ക് കുട്ടികളുണ്ടാക്കി കഴിഞ്ഞുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇവന് വേഗം ഈ ഫോൺ ഇതുപോലെ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊട്ട് ഉമ്മാന്റെ ഫോൺ എടുത്തിട്ട് ഗെയിം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇപ്പൊ അവൻ +1-ലായിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ട് 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 അവന്റെ കൂടുതൽ സമയം അവൻ എവിടെ ചെലവഴിച്ചു തുടങ്ങി? ഈ മൊബൈലിലേക്ക് വന്നു തുടങ്ങി. ഇന്ന് ആ മകനെ ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തില് ഭ്രാന്തമായ അവസ്ഥയിലാണ് ആ വീടിനുള്ളിലാക്കിയുള്ളത്. അപ്പോ കൗൺസിലിംഗ് ഒന്നിനും പോകാൻ അവൻ റെഡിയല്ല. ഉമ്മനെ വിളിച്ചു വീട്ടിലേക്ക് 1-2 തവണ ഞാൻ ചെന്ന സമയത്ത് ഈ കുട്ടി കുഴപ്പമില്ലാത്ത രൂപത്തിൽ എന്നോട് ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. 9 മണിക്കൂർ സമയം അവന് മൊബൈൽ യൂസ് ചെയ്യുന്നത്. 9 മണിക്കൂർ സമയം. നിങ്ങളുടെ കുട്ടികൾ എത്ര സമയം ഫോൺ യൂസ് ചെയ്യുന്നത് അറിയാം. നിങ്ങളുടെ ഫോണിൽ തന്നെ സാധിക്കും, നിങ്ങളുടെ ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ട്. അത് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ കുട്ടികളുടെ ഫോൺ ജസ്റ്റ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ കുട്ടികളുടെ ഫോണിന്റെ ടൈം അവർ എത്ര സമയം ഉപയോഗിക്കുന്നുള്ളത് അത് കൺട്രോൾ ചെയ്ത് നോക്കുക. എന്റെ ഇൻസ്റ്റഗ്രാം ഒരു 45 മിനിറ്റ് കഴിഞ്ഞാൽ അത് കട്ടാവും. എന്റെ ടൈം ഇസ് ഓവർ എന്ന് പറഞ്ഞിട്ട് അവിടെ കേട്ടില്ലാക്കി. പിന്നെ എനിക്ക് അത് ഓഫായി. പിന്നെ എനിക്ക് കാണാനല്ല, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാ. കാരണം എന്റെ ടൈം അത് കൊല്ലുന്നതുകൊണ്ട് അത് ആ സമയത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. എല്ലാം നമുക്ക് പലരും അറിയാം. എന്താ സംഭവിക്കുന്നതറിയോ? നമ്മള് രക്ഷിതാക്കളെ ഇവരെ മുന്നിൽ പൊട്ടന്മാരായിട്ട് പോകാതിരിക്കാൻ നമ്മൾ പാരന്റ്സ് അപ്ഡേറ്റ് ആവണം. കുട്ടികളെ പറയണില്ലേ തള്ള വൈബ് തത്ത വൈബ് എന്നൊക്കെ? നമ്മൾ അപ്ഡേറ്റ് ആവാത്തോണ്ടാവും. നിങ്ങൾ പഠിക്കും ഇവരെ കൂടെ. ഇവരെന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നിങ്ങൾ പഠിക്കും. എന്നിട്ട് ഓരോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അത് പഠിക്കും. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണമുണ്ടോ? അവരെ എവിടെ പോയാലും പിടിക്കാം. എവിടെ പോയാലും ഞാൻ എന്റെ കുട്ടികളോട് പറയും, ഏതൊക്കെ പോയാലും ഇവിടെ വരും. കാരണം എന്റെ കൺട്രോളാണ് അവളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും. അതെനിക്ക് പറ്റും. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കും. ഇവരെന്ത് രീതിയാണോ കൂടെ ഇരുന്ന് കാണാം. എന്നിട്ടേ ഈ കാണുന്ന സംഭവത്തിന്റെ പോസിറ്റീവ് വശങ്ങളുണ്ട്, അതിലൂടെ നമുക്ക് ഇവരെ പിടിച്ച് ഇതെല്ലാം അത് കാണാൻ ചോദിക്കുമ്പോ കാണണ്ടെന്ന് പറഞ്ഞ് ചീത്ത പറയുന്നതിന് പകരം അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നെഗറ്റീവ് പറഞ്ഞ് മനസ്സിലാക്കി തിരിക്കാം. ഇതിന്റെ കാരണം എന്താണെന്നറിയാം? ഇതന്നെയല്ല അല്ലേ? തന്നെയല്ല, സോഷ്യൽ മീഡിയ തന്നെയാണല്ല. അതിൽ കാണുന്ന ഓരോ കാര്യങ്ങളും അപ്പടി വിഴുങ്ങ. ഞാനും ഒരു യൂട്യൂബറാണ്. 3-4 കൊല്ലം യൂട്യൂബിൽ ആക്റ്റീവായിട്ടുള്ള യൂട്യൂബറാണ്. എനിക്കറിയാം ഒരു 100-200-ൽ പരം യൂട്യൂബേഴ്സിനായിട്ട് പേഴ്സണൽ കണക്ഷൻ പറ്റിയിട്ടുണ്ട്. എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതുന്നത് എന്നുള്ളത് നല്ല അതൊന്നും പറയണ്ട. അതിനിപ്പോ അവിടെ കിടക്കുന്ന കുഞ്ഞു സാധനമില്ലേ അത് കൊടുത്തു. കാരണം ഇതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ന്യൂ ജനറേഷൻ കണ്ടുവരുന്നത് ഇതാണ്. ഇതൊക്കെ നമ്മുടെ ബാലനും ബാലകുട്ടി ഇവർക്കറിയോ? ഇവര് ഇവർക്കറിയില്ല.
വേറെ പുസ്തകം വായിക്കാൻ ഇൻട്രസ്റ്റഡ് അല്ല. ഇതിന്റെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി മക്കളെ. നിങ്ങൾ ഈ കണ്ടു പോകുന്ന റീൽസുകള് സ്പാൻ ഓഫ് ടൈം മാറി മാറി കാണല്ലേ, പല തരത്തിലുള്ള ഇമോഷൻസുകളാണ് അതിൽ വരുന്നത്. ഒന്ന് കരച്ചില്, അടുത്തത് സങ്കടം, അടുത്തത് ഇത് നിങ്ങളുടെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അറിയില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മൈൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സമയത്ത് കരയുന്ന സാധനമാണ് ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠനത്തിന് കോൺസെൻട്രേഷൻ കിട്ടില്ല, പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത് മൂവിങ്ങളെ സാധനമല്ല. നിങ്ങൾ കണ്ട് ശീലിക്കുന്ന മൊത്തം മൂവിങ്ങളെ സംഭവങ്ങളാണ്. മൂവി ഇല്ലാത്തൊരു പുസ്തകം കാണുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ, നിങ്ങളുടെ പഠനത്തിനെ ബാധിക്കുന്നു നന്നായിട്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അത് എന്താണ് എനിക്ക് അതിനുള്ള പ്രയോജനം, അതിന് വേണ്ടിട്ട് ഉപയോഗപ്പെടുത്താം. അതിനപ്പുറത്തേക്ക് അതിന് സമയം കൊല്ലുന്നത് വെറുതെയാണ്. നിങ്ങൾ കാണുന്നുണ്ട് അവർക്ക് കുറെ പൈസ കിട്ടും, അവർക്ക് കുറെ പ്രയോജനം ഉണ്ടാവുന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ അത് ഉപയോഗപ്പെടുത്താം. അതിനുവേണ്ടി മാത്രം ഞാൻ കാണും എനിക്ക് ഇത്തരത്തിലുള്ള സ്പീച്ചസ്, അതുപോലെ തന്നെ എനിക്ക് എന്റെ കമ്പനിക്ക് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യും. അതിനപ്പുറത്ത് ഞാൻ വെറുതെ തോണ്ടിയിട്ടിരിക്കാറില്ല. എനിക്ക് സമയം നമുക്ക് ഉണ്ടാവും. കാരണം നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാത്തിനും നമുക്ക് സമയം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണറിയോ, രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പ്രത്യേകിച്ച് പറയുന്നില്ല. നല്ല ശക്തനായ മിടുക്കനായ ഒരു കുതിരയാണ്. ഈ മിടുക്കനായ കുതിരയ്ക്ക് നല്ല സുന്ദരനായിട്ടുള്ള ഒരു വണ്ടിയുണ്ട്. പക്ഷെ ഈ ചക്രം വണ്ടി ഇങ്ങനെ പോകുന്നതിന്റെ അടുത്ത് ചക്രത്തിന്റെ ഒരു ഭാഗം പൊട്ടി. ശക്തനായ കുതിര വലിച്ചായി വണ്ടി നീങ്ങും. അപ്പോ ഈ ചക്രം പോലെയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ചക്രം ഇങ്ങനെ വട്ടത്തിൽ തന്നെ ആണോ എന്ന് നോക്കാം. റെഡിയാണോ? റെഡിയാണ്. എല്ലാവരുടെ കയ്യിലും പെണ്ണും പേപ്പർ ഉണ്ടോ? ചെറിയ ചക്രം വട്ടമുണ്ടോ? പക്ഷെ ചക്രങ്ങൾ അല്പം സ്പീഡ് കുറയും, വണ്ടിയുടെ സ്പീഡ് കുറയും. എങ്ങനെ സ്പീഡ് കുറയില്ലേ? ഒന്ന് സീറോ ആണ്, ഒറ്റയടിക്ക് വരും. നല്ല തുടങ്ങി കണ്ട് വായിച്ചിരുന്ന വായനക്കാരെ തിരിച്ചു കൊണ്ടുവരും. നമ്മളുടെ ജീവിതമാകുന്ന ഈ ചക്രം ഉരുളണമെങ്കിൽ എവിടെയാണ് കുറവ് കിടക്കുന്നത്, എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നത്, ആ ഭാഗം ഒന്ന് ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം? നമ്മളുടെ നോളജ്, അറിവ് കൂട്ടുക, ആറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു കഥ പറയാറുണ്ട്. ആരുടെ കഥ പറയാറുണ്ട്? സിംഹത്തിന്റെ കഥ അല്ലെ. കാട്ടിലെ സൂത്രശാലി ആരാ? സൂത്രശാലിയാണ് അല്ലെ. കാട്ടിലെ ഏറ്റവും കൂടിയ മൃഗമാരാ? വേഗത്തിൽ ഓടുന്നത് ആരാ? ചീറ്റ. ഇനി ഏറ്റവും വലിയ മൃഗായ? ഇതൊക്കെയാണെങ്കിലും ഇതിലൊന്നും പെടാത്ത ഒരാളാണ് രാജാവായത്. കാട്ടിലെ രാജാവ് ബിക്കോസ് ആ സിംഹത്തിന്റെ അതാണ് സിംഹം രാജാവാക്കി മാറ്റിയത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. വീടിനുള്ളിൽ ഭർത്താവ് കയറി വരുന്ന സമയത്ത് പഴയ 4 കൊല്ലം മുന്നുള്ള മാക്സി ഇട്ട് പണിയെടുത്ത് മുഷിഞ്ഞ് നനഞ്ഞ് ഇവിടായി എങ്ങനെയായി നിൽക്കുന്നതിന് പകരം ഒന്ന് അണിഞ്ഞു വരികയിട്ട് 10 മണി വരെ പണിയൊക്കെ തീർത്ത് സെറ്റായിട്ട് നോക്കി നമ്മളെ കെട്ടിയന്മാര് പറയും നമ്മൾ തന്നെയാണ് രാജകുമാരി, വേറെ ആരും പിന്നാലെ പോവില്ല, നമ്മളെ പിന്നാലെ മാത്രമേ വരുള്ളൂ. എന്തുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടുന്നത്? മനസ്സിലുള്ള കെട്ടിയന്മാരൊന്നും അങ്ങനെക്കാരല്ല കേട്ടോ, അതല്ല പറയുന്നത്, എനിക്കറിയാം. പക്ഷെ ചാൻസസ് ലോകം അങ്ങനെയാണ്, നമ്മൾ അറിയാതെ പലതും സംഭവിച്ചാണ്. പക്ഷെ അതിലേക്കൊന്നും പോകാതിരിക്കുക. നമ്മുടെ വീട് എന്നൊരു സ്വർഗ്ഗാക്കി മാറ്റും. ആ വീട്ടിൽ തന്നെ എല്ലാം അവർക്ക് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ മാറ്റും. നമുക്ക് കുട്ടികളാണ്, മക്കളാണ്, തിരക്കാണ്, അവര് വരുന്ന സമയത്ത് നമുക്ക് ഒഴിവില്ലാതെ എല്ലാം കടന്നാൽ മതി
എന്ന മോഡിൽ മാറാതെ നമ്മൾ വേഗത്തിൽ പണിയൊക്കെ തീർത്തിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കണം. അവരെ പുഞ്ചിരിച്ചുകൊണ്ടല്ലേ എന്താണ് ഭൂമുഖവാദിക്കൽ ഭൂമിങ്കളാണെന്നുള്ള ഭാര്യ. അങ്ങനെ പിങ്കളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഭാര്യമാരായിട്ട് നമ്മൾ മാറുമ്പോ കെട്ടിയമാര് വേറെ ഭാര്യമാരെ മുന്നിൽ പോകില്ല. അപ്പൊ അവിടെ നമ്മളാണ് ക്ലിയർ ആവുന്നത്. ആറ്റിറ്റ്യൂഡ് മാറ്റാം. നിങ്ങൾ 4 ആള് മുന്നിൽ കൂടുമ്പോ നിങ്ങൾ ഒരു പുളിശാളിട്ടിട്ട് പറയില്ല ഒരു പഴയ സാരമില്ല, ഞാൻ അറിയപ്പെട്ടോ. നമുക്ക് അവര് വീഡിയോ കോൾ വിളിക്കുമ്പോ എന്റെ ഒരു കുട്ടിയുണ്ട്. അവളുടെ ഹസ്ബൻഡ് എന്നും പറയുന്ന പരാതി എന്താണെന്നറിയോ? ഒരു രാത്രി പണി കഴിഞ്ഞ് അന്റെ ചിരിച്ച മുഖം കാണാനാ ഒന്ന് വിളിക്കുന്നത്. അന്നെ വിളിക്കുന്ന സമയത്ത് എപ്പോഴും പണിത്തിരക്കിന്റെ ഇടയിൽ വിളിക്കുമ്പോ അവരുടെ കീറാം. എന്നാണ് അവിടെ മുഖത്ത് ഇയാൾ കാണുന്നത്. ഇവിടെ ഒരു പഴയ മാക്സിമം അവൻ വരുന്ന സമയത്ത് മാത്രം അവിടെ ഒരുങ്ങുള്ളൂ. അവൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ മാത്രമേ പുതിയ ഡ്രസ് ഇടുള്ളൂ. കെട്ടിയവർ വിടാനുള്ളത്, അല്ലെങ്കിൽ ആ പഴയ കാര്യങ്ങളൊക്കെ വിടുക. അപ്പൊ ഇതിൽ അവള് മാറ്റം വരുത്തിയപ്പോ ഹസ്ബൻഡിന് അവിടുന്ന് അവളെ വിളിക്കാൻ പോലും ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിളിക്കുന്നവന് അവിടുന്ന് അവളെ വിളിച്ചു തുടങ്ങി. എപ്പോഴും വിളിക്കും. എന്നെ കേൾക്കുമ്പോ തന്നെ ഒരു സമാധാനാണ്, സന്തോഷാണെന്ന് അവൻ പറഞ്ഞു തുടങ്ങി. ബിക്കോസ് അവൾ ഇവിടെ വിളിക്കാം, അവനവിടെയാണ്. അറിയില്ല, നമ്മൾ ഇവിടുന്ന് അവരാ പണിത്തിരക്കിന്റെ ഇടയിൽ പ്രയാസപ്പെടുന്നതിന്റെ ഇടയിൽ നമ്മൾ വിളിക്കുമ്പോ നമ്മള് മുഷിഞ്ഞിരിക്കുന്നതിന് സൂപ്പർ. നിങ്ങൾ ഭയങ്കര വന്നപ്പോ തന്നെ തെളിച്ചല്ലേ. അപ്പോ അങ്ങനെ നമ്മളെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിരിക്കും. ഒരു കല്യാണത്തിന് പരിപാടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ നല്ലൊരു വെൽ ഡ്രസ്സിലാണ് പോകുന്നെങ്കിൽ, നല്ലൊരു പവർ ആയിട്ടാണ് പോകുന്നെങ്കിൽ, ഈ ആറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമ്മുടെ നടത്തം എല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മളൊരാളെ മുന്നിൽ ഇങ്ങനെ നിൽക്കണതും ഇങ്ങനെ നിൽക്കുന്നതും അല്ലെ, നെഞ്ചി നിവർത്തി നിൽക്കുക എന്ന് വെച്ചാല് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല. ഒരു അഭിമാനം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡന്റ് തോന്നണം. ആ മോഡിൽ നമ്മൾ നിന്ന് തുടങ്ങുമ്പോൾ ആൾക്കാരെ എന്തോ സംഭവം ഇവിടെ കേൾക്കാം, ഇവിടെ മുന്നിൽ നിൽക്കാം എന്ന് ആളുകൾ നമ്മൾ വാല്യൂ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് സിംഹത്തിനെ പോലെ രാജാവായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ആൻഡ് സ്റ്റിൽ നമ്മുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്, ശീലങ്ങള് പുതിയ ശീലങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാം. നേരത്തെ എഴുന്നേൽക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നല്ലൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക. മൂന്നാമത് രാവിലെ കുടിക്കാം. അതാരൊക്കെ ചെയ്യും? രാവിലെ കുളിക്കുന്നവര് പേരുണ്ട്. അതിലൊരു മാറ്റം വരുത്താന് മോർണിംഗിൽ കുളിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, 5 AM ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ആവാം. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് 5:30 ഇതില് രാവിലെ ആദ്യം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് നമ്മൾ പറയും എങ്ങനെയാണ് എനർജി ബാത്ത് എടുക്കാനാ പറയും. എനർജി ബാത്ത് എന്താണെന്നൊക്കെ 5 AM ക്ലബിൽ വന്നാൽ പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും 10 മാസമെല്ലാം ഉള്ളവരും പ്രഗ്നന്റ് ആയിട്ടുള്ളവരും ബെഡിൽ കിടക്കുന്നവരും എല്ലാവരും അതിലുണ്ട്. ഇതൊക്കെ ആദ്യം പറയുന്നതായിരുന്നു. പക്ഷെ ജീവിതത്തിൽ മാറ്റാനാണെന്ന് ആഗ്രഹിച്ച് വന്നവരായതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ അവർ റെഡി ആയിരുന്നു. അവര് ഭയങ്കര ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഒരു ലേഡി ഇതേപോലെ പറയുന്നു, കുട്ടി ആ സമയത്തൊക്കെ ഉണരും എന്ന് പറയാം. പക്ഷെ നമുക്കതിന് കൃത്യമായിട്ടുള്ള അഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അതൊക്കെ ഉപയോഗിച്ച് ഈ കുട്ടികൾ നമുക്കനുസരിച്ച് മാറും. ഞാൻ എൻ്റെ ചെറിയ മോളെ പ്രഗ്നന്റ് ആയ സമയത്തോടെ ഞാൻ ഈ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞു. ദെൻ ആ കുട്ടീനെ വെച്ചിട്ടാണ് 45ാമത്തെ ദിവസം ആ കുട്ടീനെ കൊണ്ടാണ് ഞാൻ ട്രെയിനിങ് ജേർണി കണ്ണൂർ പോയിട്ട് 5 ദിവസം സ്റ്റേ ചെയ്തിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. 45 ദിവസം ഉള്ള സമയത്ത് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഓരോ കരിയറിലും ഈ കുട്ടീനെ വെച്ചിട്ടാണ് ഞാൻ 1 hour ട്രെയിനിങ് പ്രസന്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുട്ടീനെ തൊട്ടിലായിട്ടുണ്ടാവും. അവിടെ ഞാൻ പ്രസന്റേഷൻ നടക്കുന്നുണ്ടാവും. രണ്ടും ഒരേ സമയം നടന്നു പോയിട്ടുണ്ട്. അപ്പൊ അവളും എൻ്റെ ട്രെയിനിങ് ജേർണി ഒരേ സമയമാണ്. അപ്പൊ അവൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ട് വരിക. അതുകൊണ്ട് തന്നെ നല്ല ചേഞ്ച് ആ കുട്ടിയിലേക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ മക്കളിൽ സംഭവിക്കും നിങ്ങൾ മാറുന്നതിനനുസരിച്ച്. രാവിലെ കുടിക്കാം. ഓക്കെ, റെഡി? നീച്ച ഉടനെ എങ്ങനെയാണെന്നറിയോ? രാവിലെ നമ്മള് എണീറ്റിട്ട് ഡയറക്റ്റ് എന്താ ചെയ്യല്? പല്ലൊക്കെ തേച്ചിട്ട് ഒരിടത്ത് നിസ്കരിക്കും. അത് കഴിഞ്ഞാൽ ഖുർആൻ ഓതി അടുക്കളയ്ക്ക് പോകും. ഇതാണ് നമ്മളെ ശീലം. ചെറിയൊരു മാറ്റം വരുത്താം. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അതെങ്കിലും ഒരു ഉപകാരം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. രാവിലെ കണ്ണ് തുറക്കുന്ന സമയത്ത് നമ്മൾ പറയും അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞു എണീക്കും. കണ്ണ് തുറക്കുന്ന ആ ഒരു മൊമെന്റിൽ ഇത് പറയുന്നതോടൊപ്പം തന്നെ
അൽഹംദുലില്ലാ എന്റെ കണ്ണ് എനിക്ക് തുറക്കാൻ പറ്റില്ല. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ എത്രയോ മനുഷ്യർ മരണത്തിലേക്ക് പോയിട്ടുണ്ട്. ഉറക്കെന്ന് പറയുന്നത് മരണതുല്യാണ് അല്ലെ, ആ മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ പോലെയാണ്. അതിൽ നിന്ന് നമ്മൾ കണ്ണ് തുറന്നിട്ട് ആ ഇരിക്കുന്ന മൊമെന്റിന് അൽഹംദുലില്ലാ എന്ന് കൈ നെഞ്ചിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ശ്വാസത്തിന് നന്ദി പറയാം. എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോ പഠിച്ചോനെ എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, അൽഹംദുലില്ലാ. എന്റെ കാല് നിലത്തേക്ക് ഇങ്ങനെ വെക്കുമ്പോ എന്റെ കാല് എനിക്ക് അനക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് നിലത്തേക്ക് എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ എടുക്കുമ്പോ ഈ കൈ ചലിപ്പിക്കാൻ സാധിക്കാത്തവർ എത്രയോ മനുഷ്യരില്ലേ, ഇതെനിക്ക് സാധിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. ഇതിങ്ങനെ എടുത്ത് ഒരു വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ ഇറക്കാൻ എനിക്ക് സാധിക്കുന്നു, അതിന്റെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നു, ഇതൊക്കെ എനിക്ക് സാധിക്കുന്നതിന് അൽഹംദുലില്ലാ. അവിടെ നിന്ന് ബാത്റൂമിലേക്ക് പോകുന്ന ഓരോ നിമിഷവും എണ്ണി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പോകും. എനിക്കിങ്ങനെ നടക്കാൻ സാധിക്കുന്നതിന്, എനിക്ക് കിടന്നുറങ്ങാൻ ഈ ഒരു ബെഡ് തന്നതിന്, ഈ വീട് തന്നതിന്, ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഉണരാൻ സാധിച്ചതിന് എണ്ണി ഹംദ് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്തും അത് കൃത്യമായിട്ട് എനിക്ക് ഉപയോഗപ്പെടുത്താൻ എൻ്റെ ഓരോ കാര്യങ്ങളിലും ആ ഒരു പ്രഭാതത്തിൽ നിങ്ങൾ ഇത്രയും ഹംദ് പറഞ്ഞു നോക്കിയും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം സംഭവിക്കും. ഒരു 21 ദിവസം നിങ്ങൾ ഈ ഒരു ജേർണി ഒന്ന് പ്രാക്ടീസ് ചെയ്യും. പഠിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അത്രത്തോളം നേട്ടങ്ങൾ നമ്മളിലുണ്ടാവും. നന്ദി പറയുന്നതിന് കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ നന്ദി പറയാം. രാവിലെ തന്നെ നമ്മൾ ഇത്രയും നമ്മളെങ്ങനെ പറയുന്നത് നിസ്കരിച്ചിരിക്കുമ്പോൾ അൽഹംദുലില്ലാ അല്ലേ, ഞാൻ 31 നമ്മുടെ എണ്ണി തീർക്കലാണ്. അതിലപ്പുറത്തേക്ക് ഇങ്ങനെ അറിഞ്ഞിട്ടൊന്ന് ഹംദ് പറയും, അറിഞ്ഞു പറയും. ഓരോന്ന് ചെയ്യുമ്പോൾ ഇവൻ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കാൻ പറ്റണ്ടല്ലേ, ഓരോ കാര്യങ്ങളും ചെരുപ്പ് കാലിടുമ്പോൾ ആ ചെരുപ്പ് കിട്ടിയതിന്, അത് ഇടാൻ പറ്റുന്നതിന്, അതിട്ട് നടക്കാൻ പറ്റുന്നതിന്, അത് വാങ്ങിക്കാൻ പൈസ ഉണ്ടായതിന്, ഇതൊക്കെ ആലോചിച്ചിട്ട് നന്ദി പറഞ്ഞ് അവിടെ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് അറിയും, ഗുണമുണ്ടാവുക. നമുക്ക് വേറെ കാര്യത്തിലേക്ക് നമ്മളെ മനസ്സിൽ പോകില്ല. പാത്രം കഴുകുമ്പോൾ അപ്പുറത്തുള്ളവനെ പറ്റിയിട്ടും ഓളിനെ അങ്ങനെ പറഞ്ഞതും ഒക്കെ ആലോചിക്കണോ നേരെ കയറാൻ സമയത്ത്, കാരണം വേറെ പരിപാടിയില്ല, ഇങ്ങനെ ആക്കില്ലേ. ആ സമയത്ത് നിങ്ങൾ ആ പാത്രത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കേ. ഏതൊക്കെയോ ഫാക്ടറികളിൽ ആരൊക്കെയോ മനുഷ്യന്മാര് പണിയെടുത്തിട്ട് എത്ര പാത്രങ്ങളുടെ ഇടയിൽ നിന്നാ കുറച്ച് പാത്രം നമ്മളെ മുന്നിൽ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്, സെലക്ട് ചെയ്യപ്പെട്ട കുറച്ചെണ്ണം മാത്രം അല്ലേ. അതിന് നമുക്ക് ആ വ്യക്തികളുടെ അധ്വാനത്തിനൊന്ന് ആലോചിച്ച് നോക്കി. ആ ഫാക്ടറി അല്ലെങ്കിൽ അടുത്ത ഔട്ട്ലെറ്റ് ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമ്മളിലേക്ക് എത്തിയത്, ചിലപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് എന്നിട്ടായിരിക്കും, അവരിലൂടെ അത് നമ്മളിലേക്ക് എത്തിയതിനൊക്കെ ആലോചിച്ചിട്ട് ഹംദ് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയമുണ്ട്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യനാവും. ഗ്രാറ്റിറ്റ്യൂഡ് മോഡ് ഓൺ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആ മോഡിലേക്ക് നമ്മളങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ താലോലിക്കാൻ തുടങ്ങില്ല. നമ്മൾ കൂടുതൽ നന്ദിയുള്ള മനുഷ്യരാവും. നേട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ നന്ദി പറയാനുള്ള അവസരങ്ങൾ എപ്പോഴും നിങ്ങളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. രാവിലെ നമ്മൾ ഇവിടെ എഴുന്നേറ്റോ, ഹംദ് പറഞ്ഞോ, വെള്ളം കുടിച്ചോ, അതിനൊക്കെ ഹംദ് പറഞ്ഞ് നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ മുന്നിൽ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കുന്ന ചിരിക്കി പറയാം അൽഹംദുലില്ലാ. ഈ ഒരു ശരീരത്തിന് അല്ലെ, നമ്മുടെ ആ ഒരു മുഖത്തിനുള്ള സൗന്ദര്യത്തിന് ഒന്ന് പവറായിട്ട് അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാം. എൻ്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയാം. ദെൻ ബാത്റൂമിലൊക്കെ പോയിട്ട് നന്നായിട്ട് കുളിക്കാം. ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് കുളിച്ചിട്ട് നിങ്ങൾ പുറത്ത് കയറും. ആദ്യമൊക്കെ കുറച്ച് പണിയുണ്ടാവും. ഫസ്റ്റ് ദിവസം 2 ദിവസം ഒരാഴ്ച നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് നോക്കിയാൽ അടുത്ത ദിവസം നിങ്ങൾ കുളിക്കാതെ ഇറങ്ങില്ല. ഇതിന്റെ ഗുണങ്ങൾ ഒരുപാടാണ്. രാവിലെ കുളിക്കുന്നതുകൊണ്ട് ഗുണം ഒരുപാടാണ്. അതിലപ്പുറത്ത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് എവിടേക്കെങ്കിലൊന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് എടുത്ത് ഒടിഞ്ഞു പോകുന്നതിന് പകരം ഓൾറെഡി കുളിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേഗം എന്ത് കാര്യം ചെയ്യാൻ ഈസിയാണ്. അന്നത്തെ ദിവസം ഫുള്ള് നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും. നിങ്ങളെ മക്കൾ, നിങ്ങളെ ഹസ്ബൻഡൊക്കെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഫ്രഷ് മൂഡായിരിക്കും. നിങ്ങളെ വീട് മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ ശീലാക്കാം. ആൻഡ് നിങ്ങളുടെ ബുക്ക് വായനകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ എന്തെങ്കിലും ഒരു എക്സസൈസ് കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ നേരത്തെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ആവശ്യമില്ലാതെ കുറേ സമയം നിങ്ങൾ ഫോണിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക. ചെയ്യാനുള്ള ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു രാവിലെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ശീലമായി കഴിഞ്ഞാൽ ലൈഫിനൊരു ചിട്ട ഉണ്ടാവും. വെറുതെ സമയം പോകുന്നത്, ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല, നേരെ എങ്ങനെ പോയി എന്ന് പറയുന്നതിലപ്പുറത്തേക്ക് ചിട്ടയോടുകൂടി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, അതർവൈസ് ഞങ്ങൾ കൂടെ കൂടിയിട്ട് നിങ്ങളിത് ചെയ്യാം കേട്ടോ. അവസാനമായിട്ട് കഥ കൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തണം. ഒരു വിമാനം ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കാം. 35,000 അടി ഉയരത്തിൽ ആ വിമാനം മുകളിലേക്ക് പറന്നു പോകുന്ന സമയത്ത്
ഒരു ഗട്ടറിൽ ഇങ്ങനെ ചെന്ന് ചാടി ചാടി ഈ വിമാനം ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും, നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. ഒരു ട്രാജഡി, ഒരു പക്ഷേ ഒരു ക്രാഷ് ഉണ്ടാവാൻ പറ്റുന്ന, വിമാനം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള മോഡിലാണ് ആ വിമാനം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പേടിച്ച് ഭയങ്കരമായിട്ട് ഭയന്നിരിക്കുകയാണ്. ചെല്ലി പറയാനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആകെ പരിഭ്രാന്തിയിലാണ്. ഒരു കുട്ടി മാത്രം എന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിക്ക് ഒരു കൂസലുമില്ല, ഭയങ്കര ആസ്വദിച്ച് അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരാള്, അയാള് ഈ കുട്ടിയോട് പറഞ്ഞു, അയാൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്, കുറെ യാത്രകൾ ചെയ്ത് പരിചയസമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അയാൾ ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടു ഈ വിമാനം പൊട്ടിത്തെറിക്കാൻ പോവുക, എന്നിട്ട് പോലും അലാം വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നുണ്ട്, മറ്റു പല മെസ്സേജസും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ നിനക്കൊരു കുലുക്കമില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എന്തിനു പേടിക്കണം? അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ബിക്കോസ് ആ വിമാനം പറത്തുന്നത് എൻ്റെ ഫാദറാണ്, എൻ്റെ അച്ഛനാണ് ആ വിമാനം പറത്തുന്നത്, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഈ ഒരു വിശ്വാസം നമുക്ക് നമ്മളിലും നമ്മുടെ ക്രിയേറ്ററിലും കൊടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് പേടിയാ പല കാര്യത്തിലും. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിൽ വിശ്വാസം സമർപ്പിക്കാനും നിങ്ങളുടെ കഴിവിൽ വിശ്വാസം സമർപ്പിക്കാനും നിങ്ങളുടെ വിശ്വാസം ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ക്രിയേറ്ററിൽ, നിങ്ങളുടെ സൃഷ്ടാവില് സമർപ്പിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? എന്തിനു പേടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് സന്തോഷത്തോടെ പറക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിലും കുറേ കാര്യങ്ങൾ നാട്ടുവർത്താനം പോലെ നമ്മളിങ്ങനെ പറഞ്ഞു പോയി. എന്തെങ്കിലും കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താം, ജീവിതത്തിൽ നിങ്ങളത് ഉൾക്കൊള്ളിക്കാം. അതോടുകൂടെ തന്നെ ഞാൻ നടത്തുന്ന ചില പ്രോഗ്രാംസിനെ കുറിച്ച് നിങ്ങളോടൊന്ന് പറയാം. മൈൻഡ് കോച്ചായിട്ട് ഒരു 4 വർഷത്തോളമായി എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ലേഡീസിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം വീട്ടിലൊരു പെണ്ണ് നേരായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ കുറേ സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. ഇതിൻ്റെ പുറകിലാണ് ഞാൻ ആ കാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ വീട്ടമ്മമാര് മക്കളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, മക്കളില്ലാതെ വാപ്പയില്ലാതെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രയാസപ്പെടുന്ന അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ബോൾഡ് ആക്കിയിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രോഗ്രാംസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ദിവസം ഒരു അടുക്കം ചിട്ടയുള്ള ലൈഫ് ഉണ്ടാക്കുക, നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം എനിക്ക് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 5 ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് തന്നെ രാവിലെ എണീക്കണം, ഒരു പണി ഉണ്ടായാൽ എന്തായാലും എണീക്കുമല്ലോ. കുറച്ച് ആൾക്കാർ മുന്നിൽ നമ്മളെ കാത്തിക്കണമെങ്കിൽ നമ്മളെ കിടന്നുറങ്ങില്ലല്ലോ, അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്താണ് ഈ 5 ക്ലബ്ബ്. നമുക്ക് പറ്റാത്തതുകൊണ്ടല്ല, നമ്മൾ മുന്നിൽ ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലാതെ പോയിട്ടാണ് നമ്മൾ ബാങ്കിലേക്ക് പോകുന്നത്. അപ്പൊ ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യാം. നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മരിച്ചു പോകും ഒരു നാളും. പോകുന്നതിന് മുന്നേ 40 ആണ്ടൊക്കെ കഴിഞ്ഞാൽ ഈ കോഴിക്കോടൻ ഫാമിലിയിൽ ഇതേപോലെ എല്ലാവർക്കും ഒന്ന് കൂടും. കൂടിയിട്ട് അലുവയോ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നാട്ടുവർത്താനം പറഞ്ഞു പോകും. മരിച്ചു പോയാൽ നമ്മളെ കുറിച്ച് ചിലപ്പോൾ അവിടെ വിശേഷം പോലും പങ്കുവെച്ചിട്ടുണ്ടാവില്ല. ആർക്കാനും വേണ്ടി ഒരു മൗലൂദും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു യാസീനും ഉണ്ടാവും, അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെന്ന മനുഷ്യൻ ആളുകളുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവണമെങ്കിൽ നമ്മളായിട്ട് കുറിച്ചു വെക്കണം ചില കുറിപ്പുകൾ, നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കണം ചില നിർമ്മിതികൾ. അപ്പൊ ജീവിതം എന്ന് പറയുന്ന ഈ ഒരേ ഒരു സംഭവം അല്ലെ, അതിങ്ങനെ വെറുതെ കഴിച്ചു പോകുന്നതിലപ്പുറം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. നമ്മൾ പെണ്ണുങ്ങളാണ്, നമുക്ക് പറ്റൂല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വെറുതെയാണ്. ഞാനും നിങ്ങളെ പോലെ 2 കുട്ടികളുടെ ഉമ്മയാണ്, ചെറിയ മോളുണ്ട്. അവരൊക്കെ വെച്ചിട്ടാ എൻ്റെ വീട്ടിൽ വയസ്സായൊരു ഉമ്മയുണ്ട്, അമ്മായിയമ്മ വയസ്സായതാണ്, ഒരു ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സ്ഥാപനം നടത്തുന്നുണ്ട്, എനിക്ക് സ്റ്റാഫുകളുണ്ട്, ഓൺലൈനായിട്ട് ഞാൻ 3-4 പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് പല നാട്ടിലും പോയിട്ട് ഞാൻ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും ഷുവറായിട്ടും. വിശ്വാസം വേണം എന്ന ആഗ്രഹവും വേണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പാർക്ക്, എൻ്റെ ഉമ്മ കരയുന്നത് കണ്ട് വളർന്നിട്ടുള്ള ഞാൻ, അന്ന് എനിക്ക് കിട്ടിയ ഒരു സ്പാർക്കാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ഉമ്മയുടെ ഒരുപാട് സ്വപ്നം, എനിക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചൊരു പെണ്ണാൻ്റെ ഉമ്മ. അപ്പൊ ആ ഉമ്മനെ എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ കാണിക്കണം, നല്ല നല്ല ഭക്ഷണങ്ങളും നല്ല 5 സ്റ്റാർ ഫെസിലിറ്റീസ് എൻ്റെ ഉമ്മക്ക് കൊടുക്കണമെങ്കിൽ ഞാനുണ്ടാക്കണം, കെട്ടിനോട് വെച്ച് നടക്കില്ല. അപ്പൊ ഞാൻ എൻ്റെ മുന്നിൽ ലക്ഷ്യമുണ്ട്, എനിക്കിതൊക്കെ വേണം. എനിക്ക് ഇത്രയും പഠിച്ചുകൊണ്ട് ഇത്രയും സ്വർഗമായിട്ടുള്ള ഭൂമി കാണാതെ നമ്മൾ എന്തിനു പോകണം? ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പൈസ വേണം.
അപ്പോൾ പണിയെടുക്കണം. അപ്പം ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി. ഞാൻ പണിയെടുക്കുന്നതിൽ പല ജോലികളും ഞാൻ ചെയ്യാറുണ്ട്. ഇതിലൊന്നും മടിയില്ല. സമയം ഞാൻ എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാര്യം ഞാൻ ചെയ്യും. ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാം. എൻ്റെ മുന്നിൽ വരുന്ന ഓരോ സ്ത്രീകളോട് ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ചെയ്യുക. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും, എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ അവരോട് പറയും. എൻ്റെ കോഴ്സ് ഉണ്ട്, ക്ലാരിറ്റി കോഡ് എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് സ്വപ്നം മാത്രമായിട്ട് നിൽക്കുന്ന ആളുകൾ, അവർക്ക് എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ അതിനോട് ക്ലിയർ ചെയ്ത് കൊടുക്കും. അവർക്ക് സ്വന്തമായിട്ടോ കൂട്ടായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിലൂടെ കോച്ചസ് ആയിട്ട് എന്നെ പോലെ സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പഠിപ്പിക്കുന്നതും ഇതൊക്കെ നമ്മൾ അതിലൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ് ക്യാമ്പുകൾ നടത്താറുണ്ട്. നിങ്ങളെ കോഴിക്കോടൻ ഫാമിലിയിൽ നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ക്യാമ്പ് പ്ലാൻ ചെയ്യും, നമുക്ക് നടത്താം. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ കുടുംബം മാത്രമായിട്ട് നല്ലൊരു റിസോർട്ടിൽ പോവാം. ഇതുപോലെ കുടുംബത്തിനെ ചേർത്ത് നിർത്തി കുറച്ച് നല്ല അറിവുകളും പാട്ടും കളിയും കഥയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു 2 ദിവസം അത് ഞാൻ സൗഖ്യ എന്ന പേരിൽ എൻ്റെ ഒരു ക്യാമ്പ് നടക്കാറുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും ബന്ധങ്ങളെ മാറ്റി നിർത്താതെ ബന്ധത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പറക്കാനും ഒരു പെണ്ണിന് സാധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ, ചെറിയ മക്കളോട് ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. എഴുതി വെച്ചതേ അത് സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. എഴുതി വെക്കാത്തതൊന്നും അത് വാങ്ങി പോകും, അത് നിലനിൽക്കില്ല. എഴുതി വെക്ക് നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത്. ആഫ്റ്റർ 10 years നിങ്ങൾ ആരാണ്? ഒരു പക്ഷേ കോഴിക്കോട് ഫാമിലിൻ്റെ മുഴുവൻ കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ നേടുന്ന അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ നിങ്ങളിപ്പോൾ തന്നെ കാണാൻ മനസ്സിലാവും. അങ്ങനെയുള്ളൊരു നേട്ടം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കി. എനിവേ, എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടാൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് തവണകൾ നിങ്ങളുടെ ബന്ധങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിക്കട്ടെ. ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നതിന് മുന്നേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ബന്ധങ്ങളെ വീണ്ടും വീണ്ടും ദൃഢമാക്കിക്കൊണ്ട് ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളിലൊന്നും ഒരു കുത്തുപോലും ഒരാൾക്കും കൊള്ളാത്ത രൂപത്തിൽ സംസാരിക്കാനും ഈ കൂടിച്ചേരലുകൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.